എന്നാൽ നിങ്ങൾ കണ്ടോ, രാമക്ഷേത്രത്തിന്റെ തറക്കല്ലിട്ട ആരാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇന്ത്യൻ ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത പ്രധാനമന്ത്രി. അത് സത്യപ്രതിജ്ഞ ചെയ്ത് പാർലമെന്റിനകത്ത് വെച്ച്. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ്. അതൊന്ന് പുതുക്കിപ്പണിയാൻ തീരുമാനിച്ചു ഇടക്കാലത്ത്. പുതുക്കിപ്പണിയുമ്പോ സ്വാഭാവികമായി അതിന്റെ ഉദ്ഘാടനം ആര് നിർവഹിക്കണം? ഇന്ത്യയുടെ പ്രഥമ പുരുഷൻ. ഇന്ത്യയുടെ പ്രഥമ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രസിഡന്റ്. ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ്? ദ്രൗപദി മുർമു. അവരെ വിളിച്ചില്ല. എന്താ കാരണം? ഇന്ത്യയിലെ ഹിന്ദുവിനെ ഈ RSS നാലായി തിരിച്ചു: ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ബ്രാഹ്മണൻ ദൈവപുത്രൻ, ശൂദ്രൻ അവൻ അടിമപ്പണി ചെയ്യാൻ വിധിക്കപ്പെട്ടവൻ. ശൂദ്രനേക്കാളും താന്നവരുണ്ട്, മനുഷ്യരായി പോലും ഗണിക്കാത്തവരുണ്ട്, പറയരുണ്ട്, പുലിയരുണ്ട്, പകൽ വെളിച്ചത്തിൽ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്തവർ, ചത്ത പശുവിന്റെ മാംസം കഴിക്കേണ്ടി വരുന്നവർ, പട്ടിയുടെ മാംസം കഴിക്കേണ്ടി വരുന്നവർ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഈ നാട്ടിൽ. അവരെയാണ് സഖാബ് VS അടക്കമുള്ളവർ പുന്നപ്പുറ വയലാറിൽ വിളിച്ച മുദ്രാവാക്യം എന്താണ്? തമ്പ്രാനെന്ന് വിളിക്കില്ല, പാലയിൽ കഞ്ഞി കുടിക്കില്ല. ഏത് നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് ഏത് ചാനലുകൾ പറഞ്ഞാലും അതിന്റെ വിപരീതമായി മാത്രമേ ഞാൻ ഇന്ന് വരെ വായിച്ചിട്ടുള്ളൂ. പണ്ട് പത്രങ്ങൾ പ്രചരിപ്പിച്ച പലതും ഞാൻ വിശ്വസിച്ചിരുന്നു. വളരെ വൈകി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്നിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ഞാൻ ഏത് പാർട്ടിയിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്ന് എന്റെ വേഷം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. അന്ന് ഈ പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ പറയുന്ന പലതും അതാണ് ശരി എന്ന് വിശ്വസിച്ചിരുന്ന ഒരു ഭൂതകാലം എനിക്കുണ്ടായിരുന്നു. അനുഭവ സാക്ഷ്യങ്ങളിലൂടെ അതൊക്കെ പെരുന്നുണകളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് നേരിന്റെ പാർട്ടിയിലേക്ക് ഞാൻ മെല്ലെ നടന്നു കയറിയത്. അങ്ങനെയാണ് ഞാൻ CPIM എന്ന പാർട്ടിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രദേശത്തെക്കുറിച്ച് മാധ്യമങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നേണ്ട കാര്യമില്ല. ഓമനക്കുട്ടനെ ഈ നാട് എത്രമാത്രം വിചാരണ ചെയ്തിരുന്നു. അദ്ദേഹം ഓമനക്കുട്ടന്റെ പേര് മാത്രവും സംഭവം മാത്രമേ പറഞ്ഞു പോയിട്ടുള്ളൂ. ഞങ്ങൾക്കൊക്കെ വലിയ ദുഃഖമുണ്ടായി. ഒരു മഹാപ്രളയകാലത്ത് ഒരു കുന്നിൻ മുകളിൽ അഭയം തേടിയ ഒരുപാട് മനുഷ്യർക്ക് ആ ഇടത്ത് വെച്ചൊരാള് പാർട്ടി മെമ്പർ കൈക്കൂലി ചോദിച്ചു എന്ന് പറയുമ്പോൾ ഒരു പാർട്ടിക്കാരനെ എത്രമാത്രം അത് വേദനിപ്പിക്കും. പക്ഷെ സത്യം അറിഞ്ഞപ്പോ വല്ലാത്ത വേദനയാണ് ഉണ്ടായത്. ഒരു മഹാപ്രളയകാലത്ത് ആ നാട്ടിലെ ആഭാരവൃതം ജനങ്ങൾ പ്രളയമെത്താത്ത ഒരു കുന്നിൻപുറത്ത് പോയി സുരക്ഷിതമായി ഒരു സ്കൂളിൽ താമസിക്കുകയാണ്. എല്ലാ ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ടവരും അവിടെയുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ ലോക്കൽ സമ്മേളനത്തിൽ ഓമനക്കുട്ടന്റെ നാട്ടിൽ പോയതാണ്. ഓമനക്കുട്ടനെ അന്ന് ഞാൻ നേരിൽ കണ്ടതാണ്. അതിന് ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കാൻ പോരായിക വന്ന പണം തനിക്ക് സുപരിചിതരായ അമ്മമ്മമാരോട് 5 രൂപയുണ്ടോ 10 രൂപയുണ്ടോ എന്ന് ചോദിച്ച് തിരിച്ചു തരാമെന്ന് പറഞ്ഞ് വാങ്ങിച്ച പണം, അതിന്റെ പേരിലാണ് കറുത്തുകൂടിയ ആ പ്രിയപ്പെട്ട സഖാവിനെ ഇവർ കള്ളൻ എന്ന് വിളിച്ചത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയണം, ഓമനക്കുട്ടന് അന്നൊരു മകളുണ്ടായി. ആ മകള് കോളേജിൽ പോകുമ്പോ ഇന്ന് അവള് ഡോക്ടറാണ്. കോളേജിൽ പോകുമ്പോ തെരുവിലൂടെ നടക്കുമ്പോ അവളെ ഈ കുലദ്രോഹികൾ വിളിച്ചത് കള്ളന്റെ മകൾ എന്നാണ്. കള്ളന്റെ മകൾ. എത്ര വേദനിച്ചിട്ടുണ്ടാവും ആ പെൺകുട്ടി. ഉള്ളിലെത്ര കരഞ്ഞിട്ടുണ്ടാവും ആ പെൺകുട്ടി. ഓമനക്കുട്ടൻ എത്ര കരഞ്ഞിട്ടുണ്ടാവും. പക്ഷെ തോൽപ്പിക്കാൻ കഴിഞ്ഞു ഈ നുണപ്രചരണങ്ങൾ. ഇന്ന് കേരളത്തിലെ ജനമനസ്സുകളിൽ ഓമനക്കുട്ടൻ ഒരു ധീരനായ പോരാളിയാണ്. കള്ളനെന്ന് വിളിച്ചിട്ടും ആ വിളികളെ അതിജീവിച്ച് ഓമനക്കുട്ടന്റെ മകൾ ഇന്ന് MBBS പഠിക്കുക. അവൾ നാളെ ഒരു ഡോക്ടറാകുമ്പോൾ കാരുണ്യം എന്താണെന്ന് അവൾക്ക് പഠിപ്പിക്കേണ്ട അനുഭവ സാക്ഷ്യത്തിലൂടെ വളരുകയാണ്. ഞാൻ മറ്റൊരാവശ്യത്തിന് വേണ്ടി ഇപ്പോൾ എടുത്തു വെച്ചതായിരുന്നു. 123 കിലോ കഞ്ചാവുമായി ലീഗ് നേതാവ് അറസ്റ്റിൽ. നിങ്ങൾക്ക് ഇവിടുത്തെ വരുമാനം ഞാൻ പറയാം. ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ കൂടെ ഉള്ളതാണ്. ഇത് മനോരമയിലെ വാർത്തയാണ്. മനസ്സിലായോ? 123 കിലോ കഞ്ചാവ്. മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞൊരു വിദ്വാനുണ്ട്. ആർഷോ പറഞ്ഞതുപോലെ അനിയൻ കൊണ്ടുവച്ച വെളുത്ത പൊടിയെടുത്ത് പാൽപ്പൊടിയാണെന്ന് കരുതി പാലിൽ കലക്കി കുടിച്ചപ്പോ തലയിൽ കയറിയിട്ട് PK ഫിറോസ് എന്ന് പറയുന്ന യൂത്ത് ലീഗിന്റെ നേതാവ് പറഞ്ഞതാണ് മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയാണ്
രാഹുൽ ഗാന്ധിയാണ്. അതുകൊണ്ട് ഇവരുടെ വരുമാന മാർഗമൊന്നും അന്വേഷിച്ച് നിങ്ങൾ പോകരുത്. നിലമ്പൂരിൽ അൻവറുമായി ബന്ധപ്പെട്ട പൊതുയോഗത്തിൽ അംസാക്കയോടൊപ്പം ഞാനുണ്ടായിരുന്നു. നൗഷാദ് സഖാവ് കേട്ടിട്ടില്ലായിരുന്നു അംസാക്ക പറഞ്ഞത്. ഇവിടെ സ്ത്രീകൾ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് അംസാക്ക അന്ന് പറഞ്ഞതുപോലെ പറയാൻ മടിയില്ല. ഒരു മനുഷ്യനെ കമ്മിറ്റിക്കെടുത്തി പോലീസ് 5 കിലോ സ്വർണ്ണ എടുത്തത്. അതാണ് അംസാക്ക ചോദിച്ച് ഇതെന്താ ഒരലാണോ എന്നതുപോലെ ഇവരുടെ വരുമാന സ്രോതസ്സുകളെ കുറിച്ചൊക്കെ നമ്മൾ അന്വേഷിക്കാൻ നിന്നാൽ നമ്മൾ നാണം കിട്ടും. CPM എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവരൊന്നും അല്ല പ്രശ്നം. നമ്മുടെ നാട് വലിയ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മതരാഷ്ട്രവാദികൾ, അത് ഭൂരിപക്ഷ മതവർഗീയത ആവട്ടെ ന്യൂനപക്ഷ മതവർഗീയതയാകട്ടെ, അവർ ഈ നാട്ടിൽ അപകടകരമായ ഒരിടത്തിലേക്ക് നാടിനെ കൊണ്ടുപോകുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അനുഭവം കൊണ്ട് തിരിച്ചറിയാത്ത ചിലർ ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ 10 ദിവസത്തിനകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്ന കാര്യം വർത്തമാനകാലത്ത് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വർഗീയതയാണ്. മതരാഷ്ട്രവാദികളായ RSSന്റെ രാഷ്ട്രീയ മുഖമായ BJP ആണ് ഇന്ത്യ ഭരിക്കുന്നത്. ഒട്ടും മോശമല്ലാതെ മുസ്ലിം മതവർഗീയവാദികൾ, ഹുക്കൂമത്തെ ഹിലായി, മതരാഷ്ട്രവാദം, ജമാഅത്തെ ഇസ്ലാമി, SDPI, ക്രിസ്ത്യൻ വർഗീയവാദികളായ കാസ, എല്ലാവരും വർത്തമാനകാല കേരളത്തിൽ നിറഞ്ഞാടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം CPIM ഒരു തൊഴിലാളി വർഗ പാർട്ടിയാണ്. തൊഴിലാളി വർഗ സർവാധിപത്യം എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യം. അപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു മൈക്കിലൂടെയാണ്. നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ പിടിച്ചു നിൽക്കുന്നത് ഒരു പ്രസംഗ പീഠത്തിലാണ്. ഇതുണ്ടാക്കിയത് ഒരു തൊഴിലാളിയാണ്, മൈക്കുണ്ടാക്കിയത് ഒരു തൊഴിലാളിയാണ്. ഞാൻ അണിഞ്ഞിട്ടുള്ള ഷർട്ട്, നിങ്ങൾ ധരിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ, നിങ്ങളിരിക്കുന്ന കസേര, എന്റെ മുമ്പിൽ കാണുന്ന കെട്ടിടങ്ങൾ, നമ്മുടെ കൺമുമ്പിലും ചുറ്റുവട്ടത്തും ഉള്ള എല്ലാം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു തൊഴിലാളിയാണ്. സപ്താത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ. ഷാജഹാന്റെ പേരിലും മുംതസിന്റെ പേരിലുമാണ് താജ്മഹൽ നമ്മൾ അറിയപ്പെടുന്നത്. പക്ഷെ താജ്മഹൽ ഉണ്ടാക്കാൻ ആയിരക്കണക്കിന് തൊഴിലാളികൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ തൊഴിലാളി വർഗ സർവാധിപത്യത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് CPM. അതുകൊണ്ടാണ് എവിടെയൊക്കെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതിനുവേണ്ടി പാർട്ടിയും മുന്നണിയും എല്ലാം സമരരംഗത്തിറങ്ങുന്നു. അപ്പൊ നിങ്ങൾ കണ്ടു, ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ദേശീയ തലത്തിൽ ഒരു തൊഴിലാളികളുടെ വലിയ പണിമുടക്കുണ്ടായി. ആ പണിമുടക്ക് ആരംഭിച്ചത് ഏകദേശം 80കളുടെ ആദ്യത്തിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അതിങ്ങനെ ശക്തിപ്പെട്ട് വന്ന് 80കളുടെ അവസാനത്തിൽ 89ലാണ് എന്നാണ് എൻ്റെ ഓർമ്മ ഇന്ത്യ കണ്ട വലിയ പണിമുടക്കുണ്ടായി. കേരളം, ബംഗാൾ, ത്രിപുര, ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള ഈ 3 സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, മഹാരാഷ്ട്രയിലെ മുംബൈയിൽ, തമിഴ്നാട്ടിലെ ചെന്നൈയിൽ, കൽക്കട്ടയിൽ തുടങ്ങി ഇന്ത്യയിലെ വ്യാവസായിക മേഖലയാകെ സ്തംഭിച്ചു. ഇന്ത്യയുടെ ഹൃദയഭൂമികളിലൂടെ കടന്നു പോകുന്ന നാഡീ ഞരമ്പുകളായ ഇന്ത്യൻ റെയിൽവേ സ്തംഭിച്ചു. ഇന്ത്യയുടെ വ്യോമഗതാഗതങ്ങളെ പോലും അത് ബാധിച്ചു. ലോകത്തെ വാർത്താ മാധ്യമങ്ങൾ ഇന്ത്യയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇന്ത്യയിൽ ഒരു തൊഴിലാളി വർഗത്തിന്റെ വലിയ വിപ്ലവം നടക്കാൻ പോവുകയാണ്. ഇന്ത്യയിലെ തൊഴിലാളി വർഗം പ്രതീക്ഷയോടുകൂടി അതിന് കാത്തിരുന്നു. ലോക വാർത്താ മാധ്യമങ്ങൾ ആ ദിവസത്തിന് വേണ്ടി ചെവിയോർത്തിരുന്നു. ആ സമയത്താണ് 1992 ബാബരി മസ്ജിദിന്റെ തകർച്ചയുണ്ടായി. അതോടുകൂടി ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന്റെ മുന്നേറ്റം താൽക്കാലികമായി അവിടെ നിലച്ചു. ആളുകളുടെ മനസ്സുകളിലേക്ക് വ്യത്യസ്ത മതചിന്തകൾ രൂക്ഷമായ രൂപത്തിൽ കടന്നു വരാൻ തുടങ്ങി. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിക്കുന്നവരാണ്. തൊഴിലാളി വർഗ സമരങ്ങളെ നേരിടാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം ജാതി പറയുക, മതം പറയുക, മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുക, എന്നിട്ട് ഭരിക്കുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് BJP കണ്ടെത്തിയ അല്ലെങ്കിൽ RSS കണ്ടെത്തിയ
ആശയമാണെന്ന് അല്ല. ഇത് കണ്ടെത്തിയത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാരെ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന് കച്ചവടത്തിന് വന്നവരാണ്. ഞാൻ നിങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ആ കച്ചവട സംഘത്തിന്റെ പേര് നമ്മൾ പഠിച്ചു, ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ബ്രിട്ടീഷുകാരും പോർട്ടീസുകാരും ഇന്ത്യയിൽ കച്ചവടത്തിന് വരുന്നതിന് മുമ്പ് ഈ നാടുമായി കച്ചവട ബന്ധമുണ്ടായിരുന്ന മറ്റൊരുപാട് ദേശക്കാരുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടവരായിരുന്നു അറബികൾ. നമ്മളിപ്പോ ആലപ്പുഴയുടെ കടപ്പുറത്ത് പോയാൽ പടിഞ്ഞാറ്റ് നോക്കിയാൽ കാണുന്ന കടലിന്റെ പേര് അറബിക്കടൽ എന്നാണ്. ആ കടലിന് അങ്ങനെ പേര് വരാനുള്ള കാരണം ആ കടലിന്റെ അപ്പുറമാണ് അറബ് നാട്. അറബ് നാടുകളിൽ അവർ കേരളത്തിലേക്ക് കച്ചവടത്തിന് വന്നിരുന്നത് പായ്ക്കപ്പലുകളിലാണ്. അവർ വരുന്നത് സെപ്റ്റംബറിന്റെ ആദ്യവാരത്തിലാണ്. സെപ്റ്റംബറിന്റെ ആദ്യവാരത്തിൽ അറബിക്കടലിന്റെ കാറ്റ് പടിഞ്ഞാറ്റിൽ നിന്ന് കിഴക്കോട്ടാണ്. പായ്ക്കപ്പൽ നിവൃത്തിയാൽ അവർ കേരളത്തിലെത്തുന്നു. മെയ് മാസത്തിന്റെ അവസാനത്തിൽ അവർ തിരിച്ചു പോകും. അന്ന് പായ്ക്കപ്പൽ നിവൃത്തിയാൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറ്റാണ് കാറ്റ്. അവർക്ക് തിരിച്ചു പോകാൻ പറ്റും. അറബികൾ എന്താ കച്ചവടത്തിന് കൊണ്ടുവരുന്നത്? കാരക്ക. സ്വർണം കയറ്റിയ കാരക്ക അല്ല കേട്ടോ, ശരിക്കുള്ള യഥാർത്ഥ കാരക്ക. അറബികൾ കാരക്ക കൊണ്ടുവരും, സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുവരും, അതിവിടെ വിൽപ്പന നടത്തും, അവർ തിരിച്ചു പോകും. പക്ഷെ ചിലപ്പോൾ അവർക്ക് സെപ്റ്റംബറിൽ തിരിച്ചു പോകാൻ പറ്റില്ല. എന്താ കാരണം? കാലാവസ്ഥാ വ്യതിയാനം അറിയാലോ. ഇപ്പൊ നമ്മുടെ നാട് അനുഭവിക്കുന്നുണ്ട്. നല്ല വേനൽക്കാലത്ത് പെരുമഴ പെയ്യും, പെരുമഴ പെയ്യേണ്ട സമയത്ത് നല്ല വെയിലടിക്കും, മഞ്ഞെല്ലാം മാറി തുടങ്ങി. കാലാവസ്ഥാ വ്യതിയാനം ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ട്, വിശദീകരിക്കുന്നില്ല. അന്നുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം. മെയ് മാസത്തിൽ ചിലപ്പോ കടലിളകും, അറബികൾക്ക് തിരിച്ചു പോകാൻ കഴിയില്ല, അവർ ഇവിടെ തന്നെ താമസിക്കും. കോഴിക്കോട് കടപ്പുറത്ത് അങ്ങനെ കുടുങ്ങിപ്പോയ ഒരുപാട് അറബികളുണ്ടായിരുന്നു. അവർക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട് അവരുടെ നാട്ടിൽ. അവിടേക്ക് പോകാൻ കഴിയാതെ ചിലപ്പോൾ 1 വർഷവും 2 വർഷവും ഒക്കെ ഇവിടെ താമസിക്കേണ്ടി വരുമ്പോ അവർക്ക് ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ ഉണ്ടാവും. ആ പ്രയാസങ്ങൾ തിരിച്ചറിയുന്നവരായിരുന്നു കോഴിക്കോട് സാമൂതിരി രാജാവ്. അദ്ദേഹം എന്ത് ചെയ്തു? കോഴിക്കോട്ടെ കടപ്പുറത്തെ ഹിന്ദു സ്ത്രീകളെ ഈ അറബികൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. അന്ന് മുസ്ലിം ലീഗിന്റെ അബ്ദുറഹ്മാൻ കല്ലായി എന്ന തമ്മാടി ജീവിച്ചിരിക്കാത്തത് കൊണ്ട് അതിനെ വ്യഭിചാരം എന്ന പേര് വിളിച്ചില്ല. അന്ന് RSSകാര് നാട്ടിലില്ലാത്തത് കൊണ്ട് അതിന് ലവ് ജിഹാദ് എന്ന പേര് വിളിച്ചില്ല. അവർക്ക് മക്കളുണ്ടായി. അത്ഭുതപ്പെടേണ്ട, നമ്മുടെ മാതിരി തന്നെ. 2 കണ്ണ്, 2 ചെവി, 1 മൂക്ക്, 2 കൈ, 2 കാല്. അതങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ? അരിക്കൊമ്പനും പിടിയാനയും തമ്മിൽ ഇണചേർന്നാൽ ആനക്കുട്ടി ഉണ്ടാവും. പശുവും മൂരിയും തമ്മിൽ ഇണചേർന്നാൽ പശുക്കുട്ടി ഉണ്ടാവും. പട്ടിയും നായും തമ്മിൽ ഇണചേർന്നാൽ പട്ടിക്കുട്ടികൾ ഉണ്ടാവും. മനുഷ്യനും മനുഷ്യൻ തമ്മിൽ ഇണചേർന്നാൽ മനുഷ്യക്കുട്ടികൾ ഉണ്ടാവും. അവരുടെ പിന്മുറക്കാർ ഇന്നും ജീവിച്ചിരിക്കുന്നു. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല. അറബികൾ മാത്രമല്ല നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടില് ചൈനക്കാർ വന്നിട്ടുണ്ട്. ചൈനക്കാർ കൊണ്ടുവന്ന ഒരു സാധനമുണ്ട് നമ്മുടെ വീടിന്റെ അടുക്കളയിൽ. എന്നെ കേൾക്കുന്ന ചേച്ചിമാർക്കും ഇത്താത്തമാർക്കും ഒക്കെ അതിന്റെ പേരറിയാം. നിങ്ങൾ പപ്പടം കാച്ചുന്ന, മീൻ പൊരിക്കുന്ന ഒരു പാത്രമില്ല, എന്താ അതിന്റെ പേര്? എന്താ പേര്? ചീനച്ചട്ടി. ചീൻചട്ടി തന്നെ പറയാ. എന്റെ നാട്ടിലും ചീൻചട്ടി എന്നാ പറയാ. പക്ഷെ പ്രസംഗത്തിലൊക്കെ ചോദിച്ചാല് ആളുകൾ ഒന്ന് നന്നാക്കി പറയും ചീനച്ചട്ടി. അത് നന്നായി. ആ ചട്ടിയുടെ പേരിന് മുമ്പിൽ രാജ്യത്തിന്റെ പേര് വന്നല്ലോ. ചൈനക്കാർ കൊണ്ടുവന്ന. ഞാനിതൊരു ഒരിക്കലും പ്രസംഗിച്ചപ്പോൾ ലീഗിന്റെ മറുപടി, അത് അന്ന അലൂമിനിയം കമ്പനി ഉണ്ടാക്കുന്ന, ഇപ്പൊ ഉണ്ടാക്കുന്ന അന്ന അലൂമിനിയം കമ്പനിയാണ്. ചൈനക്കാർ കൊണ്ടുവന്നുകൊണ്ടാണ് അതിന്റെ പേര് ചീനച്ചട്ടി എന്നായത്. ഇപ്പൊ മാങ്ങ ഉപ്പിലിടാറുണ്ടോ ചേച്ചിമാര്? മാങ്ങ ഉപ്പിലിടുന്ന ഭരണിയുടെ പേരെന്താണ്? ചീനഭരണി. ചൈനക്കാർ കൊണ്ടുവന്നതാണ്. നിങ്ങൾ കൊച്ചിക്കാലിലും ആലപ്പുഴ കായലിലും ഒക്കെ നോക്ക്, മീൻ പിടിക്കുന്ന ഒരു വലയുണ്ട്. രാവിലെ വെള്ളത്തിലിറക്കും, വൈകുന്നേരം പൊക്കും, നല്ല മീൻ കിട്ടും. എന്താ അതിന്റെ പേര്? ചീനവല. ചൈനക്കാർ കൊണ്ടുവന്ന. നമ്മുടെ നാട്ടിലെ പഴയ നായർ സ്ത്രീകള് മുടി കെട്ടുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ചുരുട്ടിയിട്ട് കെട്ടും. ചുരുട്ടിയിട്ട് ഇങ്ങനെ മുകളിലേക്ക് കൊമ്പാക്കി കെട്ടും. ഇപ്പോ നിങ്ങൾ ചൈനയിൽ പോയി നോക്ക്, പഴയതുപോലെയല്ല. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ കച്ചവടത്തിനൊക്കെ ചൈനയിൽ പോകുന്നുണ്ട്. ചൈനയിൽ ആണും പെണ്ണും ഒക്കെ ഇങ്ങനെ മുടി കെട്ടിയതിനാണ്. നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് പഠിപ്പുരകൾ ഉണ്ടായിരുന്നു. ഇടക്കാലത്ത് അത് പോയി. ഇപ്പൊ ഗൾഫുകാർ വന്നപ്പോ വീണ്ടും തുടങ്ങി. നിങ്ങൾ ചൈനയിൽ പോയി നോക്ക്, അവിടെയൊക്കെ പഠിപ്പുര കാണാം. ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഇതാണ്. ചൈനക്കാരും അറബികളും ഇവിടെ വന്ന് കച്ചവടം ചെയ്തു. എന്താ അവർ ഇവിടുത്തെ കൊണ്ടുവന്നത്? ഇഞ്ചിയുണ്ട്, കുരുമുളകുണ്ട്, മഞ്ഞളുണ്ട്, വീട്ടിയുണ്ട്, തേക്കുണ്ട്. എന്താ കുരുമുളകിന്റെ പ്രത്യേകത? ചരിത്രം പഠിച്ച കുട്ടികൾക്കറിയാം. യൂറോപ്പിലെ 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിന്റെ വക്കിലെത്തിയപ്പോ നാടൻ പഞ്ചായത്ത് പറഞ്ഞ് തീർത്തത് 2 കപ്പൽ കുരുമുളക് കൊടുക്കാനാണ്. അത്രയും വിലപിടിപ്പുള്ള സാധനം, കറുത്ത സ്വർണം. ഇതൊക്കെ കേട്ടറിഞ്ഞിട്ടാണ് ഈ ഫലഭൂയിഷ്ടമായ മണ്ണിലേക്ക് കച്ചവടത്തിന്റെ കണ്ണും വെച്ച് ബ്രിട്ടീഷുകാരും പോർട്ടീസുകാരും വന്നത്. പോർട്ടീസുകാരനായ വാസ്കോഡ ഗാമ വന്നിറങ്ങിയത് എന്റെ കോഴിക്കോട്ടെ കാപ്പാട് കടപ്പുറത്ത്. വാസ്കോഡ ഗാമ വന്നിറങ്ങിയത് ഒരു വൈകുന്നേരം.
വന്ന ദിവസം തന്നെ കുരുത്തക്കേടുണ്ടായത് പഴമക്കാര് പറയുന്നേക്കാം. ഇപ്പൊ നമ്മുടെ വീട്ടിൽ വൈകുന്നേരം പെട്ടെന്ന് ഒരു അതിഥി വന്നാൽ നമ്മൾ ചായ കൊടുക്കും. ചായക്ക് കടിയില്ലെങ്കിൽ ചെക്കനെ ബേക്കറിയിലേക്ക് ഓടിക്കും. അന്ന് ബേക്കറി ഇല്ല. സാമൂതിരി രാജാവ് വാസ്കോഡ ഗാമയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി ചായയൊക്കെ കൊടുത്തു. നേന്ത്രപ്പഴമുണ്ട്, പൂവമ്പഴമുണ്ട്, മൈസൂർ പഴമുണ്ട്, ചക്കച്ചുളയുണ്ട്. അപ്പോ വാസ്കോഡ ഗാമ ഇങ്ങനെ അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുകയാണ്. അയാൾക്ക് ഇത് എങ്ങനെ കഴിക്കേണ്ടതെന്നാണ്. അപ്പൊ സാമൂതിരി രാജാവ് ഒരു മൈസൂർ പഴക്കെ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് കാണിച്ചു കൊടുത്തു, ഇങ്ങനെ കഴിച്ചാൽ മതി. കഷ്ടകാലത്തിന് വാസ്കോഡ ഗാമ എടുത്തത് ചക്കച്ചുളയാണ്. ബാക്കി നിങ്ങൾ ആലോചിച്ചാൽ മതി. സാന്ദർഭികമായി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ പോർട്ടുഗീസുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ നമ്മുടെ നാട്ടിൽ വന്നു. അവർ കച്ചവടം ചെയ്തു. ഇഞ്ചിയും കുരുമുളകും ഒക്കെ കൊണ്ടുപോകാൻ തുടങ്ങി. ഇപ്പൊ നിലമ്പൂരിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പിന് വന്നിട്ടുണ്ടേ കാണാം. ഞാൻ ഇന്നലെ രാത്രി വന്ന നിലമ്പൂരിൽ നിന്ന് വരുന്ന ട്രെയിനിലാണ്. ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. നിലമ്പൂരിലുള്ളവര് തിരുവനന്തപുരത്ത് പോകാൻ വേണ്ടിയിട്ടല്ല, അവിടുത്തെ തേക്ക് കടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ തേക്കും വീട്ടിയും ഇഞ്ചിയും മഞ്ഞളും കുരുമുളകും ബ്രിട്ടീഷുകാരനെ ആകർഷിച്ചു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. കച്ചവടം ചെയ്ത് ഇവിടെ പൈസ കൊടുക്കണം, അല്ലെങ്കിൽ സാധനം കൊടുക്കണം, എന്നാലേ അവർക്ക് കൊണ്ടുപോകാൻ പറ്റൂ. അവരിങ്ങനെ ആലോചിച്ചു, ഈ നാട് തന്നെ സ്വന്തമാക്കിയാലോ? പരശുരാമൻ മഴ എറിഞ്ഞിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. അന്ന് കേരളം ഇല്ല. തിരുവിതാംകൂർ വരെ, തിരുകൊച്ചി വരെ, മലബാർ വരെ, കണ്ണൂർ വരെ വ്യത്യസ്ത രാജ്യങ്ങൾ, വ്യത്യസ്ത രാജാക്കന്മാർ. അവരനങ്ങിയാൽ തുമ്മിയാൽ അവര് തമ്മിൽ യുദ്ധം ചെയ്യും. നിസ്സാര കാര്യത്തിന് യുദ്ധം ചെയ്യും. ബ്രിട്ടീഷുകാരും പോർട്ടുഗീസുകാരും എന്ത് ചെയ്തു? ഇവർക്ക് ആയുധ കച്ചവടം ചെയ്യാൻ തുടങ്ങി. അന്നുണ്ട്, ഇന്നുണ്ട്. അമേരിക്കയുടെ സാമ്പത്തിക വരവിലെ 38% ആയുധ കച്ചവടമാണ്. മധ്യപൗരസ്ത്യ ദേശത്ത് ഇസ്രായേലിൽ യുദ്ധം അവസാനിക്കില്ല, ഫലസ്തീനിൽ, റഷ്യയിൽ യുദ്ധം അവസാനിക്കില്ല, ലോകത്ത് യുദ്ധം അവസാനിക്കില്ല. ഈ ആയുധ കച്ചവടം ഉള്ള കാലത്തോളം വിശദീകരണത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. രാജാക്കന്മാർക്ക് ആയുധ കച്ചവടം തുടങ്ങിയവര് പതിയെ പതിയെ യുദ്ധം ചെയ്യാൻ തുടങ്ങി. തിരുവനന്തപുരത്തെ രാജാവിനെ തോൽപ്പിച്ചു, മാർത്താണ്ഡവർമ്മയെ തോൽപ്പിച്ചു, വേലുത്തമ്പി ദളവയെ തോൽപ്പിച്ചു, കൊച്ചി രാജാവിനെ തോൽപ്പിച്ചു, കോഴിക്കോട് സാമൂതിരിയെ തോൽപ്പിച്ചു, വയനാടൻ മലമടക്കിലേക്ക് കയറി പയശിയെ തോൽപ്പിച്ചു, മൈസൂരിലേക്ക് പോയി ടിപ്പുവിനെ തോൽപ്പിച്ചു, ഹൈദരലിയെ തോൽപ്പിച്ചു, ഡെക്കാൻ പീഠഭൂമിയിലേക്ക് പോയി മുഗളന്മാരെ തോൽപ്പിച്ചു, റാണി ചന്ദ്രബായിയെ തോൽപ്പിച്ചു, ഝാൻസി റാണിയെ തോൽപ്പിച്ചു, ഛത്രപതി ശിവജിയെ തോൽപ്പിച്ചു. ഇന്ത്യ പൂർണ്ണമായി ബ്രിട്ടീഷുകാരുടെ കൈകളിലായി. നമ്മൾ അവരുടെ അടിമകളായി. ഒരുപാട് യുദ്ധങ്ങൾ നമ്മൾ നടത്തി നോക്കി. നമ്മുടെ രാജാക്കന്മാർ എല്ലാ യുദ്ധങ്ങളും പരാജയപ്പെട്ടു. പക്ഷേ ഒരു യുദ്ധം നമ്മൾ ജയിച്ചു. ഏതാണ് ആ യുദ്ധം? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. താന്തിയ തോപ്പി നേതൃത്വം നൽകിയ, റാണി ചന്ദ്രബായി പങ്കെടുത്ത, അവസാനത്തെ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ പങ്കെടുത്ത, അതുപോലെ തന്നെ ഇന്ത്യൻ ബ്രിട്ടീഷുകാരുടെ പട്ടാളത്തിലുണ്ടായിരുന്ന അതൃപ്തരായ ശിപായിമാര് പങ്കെടുത്ത ആ യുദ്ധം നമ്മൾ ജയിച്ചു. ഡൽഹി അടക്കമുള്ള പ്രദേശങ്ങൾ ഇന്ത്യക്കാരുടെ കൈകളിലായി. ഇന്ത്യക്കാരെന്ത് ചെയ്തു? അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷായെ ഡൽഹിയുടെ ഭരണാധികാരിയാക്കി. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. എന്താ മനസ്സിലായത്? ഇന്ത്യയിലെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരുമിച്ച് നിന്നാൽ നമ്മൾ പരാജയപ്പെടും. ആരായി നമ്മൾ? ബ്രിട്ടീഷുകാർ. ആരാണവർ? സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിന്റെ ഉടമകൾ. അപ്പൊ നിങ്ങൾ നോക്ക്, ആലപ്പുഴ ജില്ലയിലെ ഈ പ്രദേശത്ത് സമയം ഇപ്പൊ 7 മണിയോട് അടുക്കുകയാണ്. നിങ്ങൾ ഇരിക്കുന്ന ഭൂമി ഉണ്ടല്ലോ, ഈ ഭൂമി ഒന്ന് തുരന്ന് നോക്ക്. നിങ്ങൾ തുരക്കാനുള്ള സാധനം വേണമെങ്കിൽ ഞാൻ തരാം. ഞാൻ വരുന്നത് തിരുവമ്പാടിന്നാണ്. തിരുവമ്പാടിയിൽ നിന്ന് വയനാട്ടിലേക്ക് കള്ളാടി പാലിക്കാൻ പോയി, കള്ളാടി മേപ്പാടി തുരങ്കപാത മല തുറക്കാൻ പോയി ഞങ്ങള്. ആ മെഷീൻ വെച്ച് നിങ്ങൾ ഇവിടെ തുളച്ചു നോക്ക്. ഉരുണ്ട ഭൂമിയുടെ മറുഭാഗത്തെത്തും. മറുഭാഗത്തേതാ രാജ്യം? അമേരിക്ക. അമേരിക്കയിൽ ഇപ്പൊ എത്രയാ സമയം? പുലർച്ചെ 7 മണി. നേരെങ്ങനെ വെളുവെളുത്ത് വരിക. ഇന്ത്യയും അമേരിക്കയും എല്ലാം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിന്റെ ഉടമകൾ, സർവായുധ വിഭൂഷിതർ. അവരിങ്ങനെ ആലോചിച്ചു, ഇന്ത്യക്കാരനെ തോൽപ്പിക്കാൻ എന്തായുധം പ്രയോഗിക്കണം? അപ്പോഴാണ് അവന്റെ മനസ്സിലേക്ക് ഒരാശയം ആയുധമായി കടന്നു വന്നത്. നയാ പൈസയുടെ മുടക്കില്ല. വൈക്കോൽ പൂനയിലേക്ക് തീപ്പെട്ടിക്കൊള്ളി ഒരതിയിടുന്നത് പോലെ ഒരതി ഇട്ടുകൊടുത്താൽ മതി, സ്വയം ആളി കത്തി രക്ഷിക്കും. എന്താണത്? ഇന്ത്യക്കാരനെ വിഭജിക്കുക. ഡിവൈഡ് ആൻഡ് റൂൾ. വിഭജിച്ച് ഭരിക്കുക. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലത് നടപ്പാക്കി. നിരവധി വർഷം ഇന്ത്യയെ അവർ അടിമകളാക്കി ഭരിച്ചു. വലിയ സമരങ്ങൾ നമ്മുടെ നാട്ടിൽ പിന്നെയും തുടർന്നു. ആയുധമെടുത്ത് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലുള്ള INA പോരാട്ടം, ഭഗത് സിംഗിനെ പോലെയുള്ളവരുടെ ധീരമായ ഒറ്റപ്പെട്ട പോരാട്ടം, അഹിംസാ സിദ്ധാന്തത്തിലൂടെ മഹാത്മാഗാന്ധിയുടെ ഐതിഹാസികമായ സമരം, അതിന്റെ എല്ലാം പരിണത ഫലമായി 1940 ആഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി.
ആഗസ്റ്റ് 15 പ്രഭാതത്തിൽ ചെങ്കോട്ടയിൽ ഇന്ത്യയുടെ യുഗപ്രഭാവനായ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ത്രിവർണ്ണ പതാക ആകാശത്തേക്ക് ഉയർത്തുന്നു. 10,000-കണക്കിന് ആളുകൾ ചെങ്കോട്ടയിലുണ്ട്. അന്നും ലോകത്തെ ടെലിവിഷനുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു 10,000. പക്ഷേ ചെങ്കോട്ടയിലെത്തിയ ആയിരങ്ങൾ ഇങ്ങനെ നോക്കുകയാണ്. ആ കൊടിമരത്തിന്റെ ചുവട്ടിൽ ഒരു മനുഷ്യനെ കാണുന്നില്ല. ചുറ്റുവട്ടത്തുള്ള സ്റ്റേജിൽ ഒരാളെ കാണുന്നില്ല. ആരാണ് അയാൾ? ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. എവിടെയാണ് അയാൾ? ബംഗാളിന്റെ മണ്ണിൽ. എന്താ കാരണം? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ വിഭജിച്ചു. പാകിസ്ഥാൻ എന്ന് പറയുന്ന മതരാജ്യമുണ്ടായി. ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ആരായിരുന്നു മതരാജ്യത്തിന്റെ പിന്നിൽ? മൗലാന മൗദൂദി, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ, മുസ്ലിം ലീഗിന്റെ നേതാവ് മുഹമ്മദ് അലി ജിന്ന. ഞാൻ ചോദിക്കട്ടെ, മതരാട്ടമുണ്ടാക്കി എന്ന് പറഞ്ഞ് മതരാട്ടമുണ്ടാക്കിയവരോട് മതം കൊണ്ട് നാട് നിലനിൽക്കോ? ഇല്ല എന്നതിന്റെ ഉദാഹരണമാണ് പാകിസ്ഥാൻ. കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും. ആ പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ പട്ടാളക്കാരെ ഭരണകൂടം കിഴക്കൻ പാകിസ്ഥാനിലുള്ളവരോട്, ഇന്നത്തെ ബംഗ്ലാദേശിലുള്ളവരോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഒരേ മതത്തിൽ വിശ്വസിക്കുന്നവർ, 5 നേരം നമസ്കരിക്കുന്നവർ, ഹജ്ജ് ചെയ്യുന്നവർ, സക്കാത്ത് കൊടുക്കുന്നവർ, എല്ലാം ചെയ്യുന്നവർ, അവരോട് പറഞ്ഞു, നിങ്ങളുടെ ബംഗാളി ഭാഷ അവസാനിപ്പിക്കണം, ഉറുദു ഭാഷ സംസാരിക്കണം. എന്താ കാരണം? ഉറുദു മുസൽമാന്റെ ഭാഷയാണ്, ഇസ്ലാമിന്റെ ഭാഷയാണ്. അപ്പൊ നരേന്ദ്രമോദി പറയുന്നത് എന്താണ്? ഹിന്ദിയാണ് ഹിന്ദിക്കാരുടെ ഭാഷ. അതിനെതിരെ വലിയ പ്രക്ഷോഭം നടക്കുന്നു. വിശദീകരണത്തിലേക്ക് ആരോഗ്യക്കുറവുണ്ടും സമയക്കുറവുണ്ടും ഞാൻ കടക്കുന്നില്ല. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന അടക്കം നൽകിയ ടാഗോറിന്റെ മണ്ണ്, ബംഗാളിന്റെ മഹത്തായ മണ്ണ്, ബംഗാളി ഭാഷ. ഇതിന്റെ വിശദീകരണത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ അവാമി ലീഗിന്റെ വലിയ പോരാട്ടം നടന്നു. എന്താ സംഭവിച്ചത്? പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് പട്ടാളം പറന്നിറങ്ങി കിഴക്കൻ പാകിസ്ഥാനിലേക്ക്. ആയിരക്കണക്കിന് മനുഷ്യരെ വെടിവെച്ചു വന്നു. ആരാ വെടിവെക്കുന്നത്? മുസ്ലിം പട്ടാളക്കാരൻ. ആരെയാ വെടിവെച്ചു കൊല്ലുന്നത്? മുസ്ലിമായ പടിഞ്ഞാറൻ കിഴക്കൻ പാകിസ്ഥാനിലുള്ളവരെ. 100 കണക്കിന് വീടുകളിൽ, 1000-കണക്കിന് വീടുകളിൽ ഇരച്ചു കയറി സ്ത്രീകളെ, വീട്ടമ്മമാരെ കൂട്ടമാനഭംഗം ചെയ്തു. ആരാ മാനഭംഗം ചെയ്യുന്നത്? മുസ്ലിമായ പാകിസ്ഥാന്റെ, പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ പട്ടാളക്കാര്. ആരെയാ ബലാത്സംഗം ചെയ്യുന്നത്? കിഴക്കൻ പാകിസ്ഥാനിലെ മുസ്ലിം സ്ത്രീകളെ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഈ നാട്ടിലുള്ള ഒരു മനുഷ്യനെയും എനിക്ക് പരിചയമില്ല. ഞാൻ ഇന്ന് രാവിലെ അങ്ങയുടെ സഹോദരനോടൊപ്പം നടന്നു പോകുമ്പോ ഇയാൾ ഇന്ന പാർട്ടിയാണ്, ഇയാൾ ഇന്ന പാർട്ടിയാണ്, ഇയാൾ നമ്മുടെ പാർട്ടിയാണ് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചു വന്നു. ഇവിടെയുള്ള ഒരാളുണ്ടെങ്കിൽ എനിക്ക് ഈ നാട്ടുകാരെ തിരിച്ചറിയാം. പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് കിഴക്കൻ പാകിസ്ഥാനിലേക്ക് വന്ന പട്ടാളക്കാർക്ക് ഇവൻ അവാമി ലീഗാണ്. അതാ ആ കാണുന്നത് അവാമി ലീഗിന്റെ വീടുകാരനാണ്. ആ വാചകം കേട്ടിട്ടാണ് പട്ടാളക്കാർ പോയി ബലാത്സംഗം ചെയ്ത് ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്. ആരാന്നറിയോ? ജമാഅത്തെ ഇസ്ലാമി, മൗദൂദിയുടെ ജമാഅത്തെ ഇസ്ലാമി. ഇന്ന് ഈ നാട്ടിൽ വലിയ ഇസ്ലാമിക വിപ്ലവം പറഞ്ഞു വരുന്ന തീവ്രവാദികളുണ്ടല്ലോ, ആ ജമാഅത്തെ ഇസ്ലാമി. നിങ്ങൾ നോക്ക്, ആ ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോ 100 കണക്കിന് ജമാഅത്തിന്റെ ആളുകളെ തൂക്കിക്കൊന്നത് എന്തിനാണെന്നറിയോ? ഈ കൂട്ടബലാത്സംഗത്തിന് നേതൃത്വം കൊടുത്തതിന്, ഈ കൂട്ടക്കുരുതിക്ക് നേതൃത്വം കൊടുത്തതിന്. അതാണ് ഞാൻ പറഞ്ഞത്, മതം കൊണ്ട് ഒരു നാട് നന്നാവില്ല. മതത്തിന്റെ പേരിൽ നാടുണ്ടാക്കിയാൽ രക്ഷപ്പെടുമെന്ന് ആരും ധരിക്കണ്ട. എന്റെ വിഷയം അതല്ല. ഗാന്ധി ഉണ്ടായിരുന്നത് എവിടെയാണ്? ഗാന്ധി ബംഗാളിന്റെ മണ്ണിൽ. എന്താ കാരണം? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിക്കപ്പെട്ടപ്പോ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക്, പാകിസ്ഥാനിലെ ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക്. അവര് കണ്ടുമുട്ടിയത് ബംഗാളിന്റെ മണ്ണിൽ. ലോകം കണ്ട ഏറ്റവും വലിയ വർഗീയ കലാപം ഉണ്ടായി. 1.25 ലക്ഷത്തോളം ആളുകളെ പരസ്പരം വെട്ടിമരിച്ചു. അക്ഷരാർത്ഥത്തിൽ ചോരപ്പുഴകി ബംഗാളിന്റെ മണ്ണിലൂടെ. സാന്ദർഭികമായി പറയാം, ആ ബംഗാളിൽ 34 കൊല്ലം ഭരിച്ചു CPM ഇടതുപക്ഷം. 34 കൊല്ലം. ആ 34 കൊല്ലത്തിനിടയിൽ ബംഗാളിന്റെ മണ്ണിൽ ഒരു വർഗീയ കലാപം ഉണ്ടായോ? ഞങ്ങൾ എതിർക്കുന്ന ലീഗ് ഉണ്ടല്ലോ, കോൺഗ്രസ് ഉണ്ടല്ലോ, ഒന്ന് പറ, ഒരു വർഗീയ കലാപം ഉണ്ടായോ? ഞങ്ങളെ തോൽപ്പിച്ചു കോൺഗ്രസ്, ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, നക്സൽബാദികൾ എല്ലാവരും. വിശദീകരണത്തിലൊക്കെ സമയക്കുറവുകൊണ്ട് കിടക്കുന്നില്ല. ഇല്ലേ? ആ ബംഗാളിൽ നിന്ന് മത്സരിക്കുക മഹാരാഷ്ട്രയോട്, മധ്യപ്രദേശിനോട്, ഗുജറാത്തിനോട്. എന്തിനാണെന്നറിയൂ? വർഗീയ കലാപത്തിലെ 4ാം സ്ഥാനത്തിന് വേണ്ടി. കണ്ണ് നഷ്ടപ്പെടുമ്പോഴേ കണ്ണിന്റെ വിലയറിയൂ. സാന്ദർഭികമായി പറയാം, പട്ടേൽ പറഞ്ഞു ഗാന്ധിയോട്, അങ്ങുണ്ടാവണം ചെങ്കോട്ടയിൽ. പണ്ഡിറ്റ് വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, അങ്ങുണ്ടാവണം ചെങ്കോട്ടയിൽ. ഗാന്ധി എന്താ പറഞ്ഞത്? ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലലിലേക്ക് ഉണരട്ടെ, ത്രിവർണ്ണ പതാക ആകാശത്തേക്ക് പാറട്ടെ, ഞാൻ വരും, ബംഗാളൊന്ന് ശാന്തമാകട്ടെ. ബംഗാൾ ശാന്തമായി. മഹാത്മാഗാന്ധി വന്നു ഡൽഹിയിലേക്ക്. അദ്ദേഹം നേരെ പോയത് ഇന്ത്യൻ പാർലമെന്റിലേക്കല്ല,
ഇന്ത്യയുടെ പാർലമെന്റിന്റെ അകത്തളങ്ങള് മഹാത്മജി കണ്ടിട്ടില്ല. എവിടെയൊക്കെ പോയത്? ബിർള മന്ദിരത്തിലേക്ക്. എന്തിനാ? കോൺഗ്രസിന്റെ കമ്മിറ്റി പങ്കെടുക്കാൻ അല്ല, പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കാൻ. ഇല്ലേ? ശേഷം അറിയുന്നത് നിങ്ങൾക്കറിയാവുന്ന ചരിത്രം. ആ പ്രാർത്ഥനാ യോഗത്തിലേക്ക് കടന്നു പോകുന്ന മഹാത്മജിയുടെ മുമ്പിലേക്ക് മാധുറാം വിനായക് ഗോഡ്സെ എന്ന RSSകാരൻ വരുന്നു. മഹാത്മജിയുടെ തൃപ്പാദങ്ങളിൽ മുട്ടുകുത്തി ചുംബിക്കുന്നു. എണീറ്റ് നിന്ന് അരയിൽ ഒളിപ്പിച്ചു വെച്ച റിവോൾവർ വലിച്ചൂരി അർദ്ധനഗ്നനായ ഫക്കീറിന്റെ എല്ലും കൂടിലേക്ക് ബ്ലാങ്ക് പോയിന്റിൽ വെടിവെക്കുന്നു. ആ നെഞ്ച് തുളച്ചുകാരി വെടിയുണ്ട കാരിപ്പോയി ചോര ചീറ്റി മന്ദിരത്തിന്റെ മുറ്റത്ത് പടഞ്ഞു വീട് മരിക്കുമ്പോ തന്റെ ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തി ആ വന്ധ്യവയോധികൻ അവസാനമായി പിറുപിറുത്തത് എന്താണെന്നറിയോ? ഏ റാം, ഏ റാം, എന്റെ രാമ, എന്റെ രാമ. എന്റെ ഗാന്ധി എങ്ങനെ നിലവിളിക്കാൻ? കടുത്ത രാമഭക്തനാണ്, ദൈവവിശ്വാസിയാണ് ഗാന്ധി. ഗാന്ധിക്കറിയേതാ ഞാൻ മരിക്കാൻ പോവാണ്, മരിച്ചാൽ എന്റെ ദൈവത്തിന്റെ അടുത്തേക്കാണ്, ആ ദൈവം രാമനാണ്, വിളിക്കാണ് രാമ രാമ രാമ. നാ വെടിവെച്ചവൻ വിളിക്കുന്ന എന്താണ്? ജയ് ശ്രീരാം, ശ്രീരാമൻ ജയിക്കട്ടെ. ഓന്റെ അഭിപ്രായം എന്താണെന്നറിയോ? രാമനെ സംരക്ഷിക്കാൻ ഓൻ ആയുധമെടുക്കണം. ഇല്ലേ? നമുക്കറിയാലോ, ജോസഫ് മാഷ് കൈവെട്ടിപ്പോ SDP-യുടെ തമ്മാടിക്കൂട്ടങ്ങൾ വിളിച്ചതെന്താ? അഭിമന്യുവിന്റെ നെഞ്ചിലേക്ക് കടാര ഇറക്കുമ്പോ ഈ SDP-യുടെ തമ്മാടിക്കുട്ടികൾ വിളിച്ചതെന്താ? തക്ബീർ, അല്ലാഹു അക്ബർ. ഓന്റെ അഭിപ്രായം എന്താണ്? അള്ളാനെ സംരക്ഷിക്കാനോ കൊടാത്തിയും കത്തിയെടുക്കണം, തോക്കെടുക്കണം, ആയുധമെടുക്കണം. RSS പറയുന്നുണ്ടല്ലോ, രാമനെ രക്ഷിക്കാൻ ഞങ്ങൾ ആയുധമെടുക്കണം. ഇവരാരെയാ പരീക്ഷിക്കുന്നത്? പടച്ചവനെയല്ലേ? ഇവര് ദൈവങ്ങളെയല്ലേ? രാമനെയല്ലേ? സൃഷ്ടിയും സംഹാരവും, ജനിപ്പിക്കാനും മരിപ്പിക്കാനും ഇടയിലുള്ള ജീവിതവും എല്ലാം ദൈവം നിശ്ചയിക്കുന്നതാണ് എന്നല്ലേ സകല വിശ്വാസികളും കരുതുന്നു. 5 നേരം നമസ്കരിക്കുന്ന മുസൽമാൻ പടച്ചവനോട് പറയാണ്, എന്റെ മരണത്തെ നീ എളുപ്പമാക്കി തരണേ, എന്റെ ജീവിതം നീ സുഖമുള്ളതാക്കി തരണേ. ഹിന്ദു അവന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, മരണവും ജനനവും എല്ലാം ദൈവത്തിനുള്ളതാണ്. എന്നാൽ ഈ വർഗീയവാദികൾ പറയുന്നത് ഞങ്ങൾ ദൈവത്തെ സംരക്ഷിക്കുന്നവരാണ്. ഇല്ലേ? ഞങ്ങൾ ദൈവത്തെ സംരക്ഷിക്കുന്നവരാണ്. അതാ ഞാൻ പറഞ്ഞത്, ആ വർഗീയത കൊടികുത്തി വായുകയാണ് ഇന്ന് ഇന്ത്യയുടെ മണ്ണിൽ. ആ RSS ആണ് ഇന്ത്യ രാജ്യത്ത് അധികാരത്തിലുള്ളത്. 1925 ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട വർഗീയ ഫാസിസ്റ്റ് സംഘടനയുടെ പേരാണ് RSS. 3 പേരെ ശത്രുക്കളായി അന്ന് അവര് പ്രഖ്യാപിച്ചു. ഒന്നാമത്തെ ശത്രു മുസ്ലിം, രണ്ടാമത്തെ ശത്രു ക്രിസ്ത്യാനി, മൂന്നാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റുകാർ. മതത്തിന്റെ പേരിൽ രാജ്യമുണ്ടാക്കുന്നവന് ഇതര മതക്കാര് ശത്രുക്കളാവുക സ്വാഭാവികം. ഹിന്ദുരാഷ്ട്രം ആവശ്യപ്പെടുന്നവന് മുസ്ലിം ശത്രുവാവും, ക്രിസ്ത്യാനി ശത്രുവാവും. എന്ത്? കമ്മ്യൂണിസ്റ്റുകാര് ശത്രുവാവാനുള്ള കാരണം ഉത്തരം കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. എന്താ കാരണം അറിയോ? 9 കൊല്ലം മുമ്പ് ഡൽഹിയിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ വലിയൊരു സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ അവർ പ്രഖ്യാപിത ശത്രുക്കളുടെ ലിസ്റ്റ് ഒന്ന് മാറ്റി. M എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ തുടങ്ങുന്ന 5 പേരാണ് ഞങ്ങളുടെ ശത്രുക്കൾ. ഒന്നാമത്തെ ശത്രു മാർക്സിസ്റ്റുകൾ, രണ്ടാമത്തെ ശത്രു മുസ്ലിങ്ങൾ, മൂന്നാമത്തെ ശത്രു മെഷീനറീസ്, ക്രിസ്ത്യൻ മെഷീനറീസ്, പിന്നെ മെത്തോളജിസ്റ്റുകൾ, ഭൗതികവാദികൾ എന്ന് മാറി. എന്തേ ഒന്നാം ശത്രു മുസ്ലിം എന്ന് മാറി? ഒന്നാം ശത്രു മാർക്സിസ്റ്റുകൾ എന്നായി. ഈ ഇന്ത്യയുടെ മണ്ണിൽ മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോ നെഞ്ചു വിരിച്ച് കാവൽ നിൽക്കുന്നത് ഞങ്ങളാണ്, കമ്മ്യൂണിസ്റ്റുകളാണ്, മാർക്സിസ്റ്റുകളാണ്. ആ ബോധ്യം RSSനുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ തകർക്കണം, എന്നാലേ മുസ്ലിങ്ങളെ ആക്രമിക്കാൻ കഴിയൂ. നിങ്ങൾ പറഞ്ഞില്ലേ സഖാവേ, ഈ കനാലിന്റെ തീരത്ത് താമസിക്കുന്നവരെ നിങ്ങളെന്തോ നശിപ്പിക്കാൻ വന്നു? ഡൽഹിയുടെ തെരുവോരങ്ങളിൽ മുസ്ലിം വീടുകളെ ബുൾഡോസർ വെച്ച് ഈ RSSകാരൻ ഇടിച്ചു നിരത്താൻ വന്നുമ്പോ ആ ബുൾഡോസറിന്റെ മുമ്പിൽ ജീവഭയമില്ലാതെ ഒരു പെണ്ണുണ്ട്, പെണ്ണൊരുത്തി. അവളുടെ പേര് ബൃന്ദ കാരാട്ടുന്ന, ഞങ്ങളുടെ പോളിറ്റ് ബ്യൂറോ അംഗം. ആ ഡൽഹിയിൽ കിടന്നുറങ്ങുണ്ടല്ലോ സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, രാഹുൽ എല്ലാം കിടക്കണ്ടില്ലേ? നിങ്ങളെ ആരെയും കണ്ടില്ലല്ലോ അവിടെ. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല. അതുകൊണ്ട് മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോ നെഞ്ചു വിരിച്ച് കാവൽ നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് കമ്മ്യൂണിസ്റ്റുകാരെ ഒന്നാം ശത്രുവായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇല്ലേ? ഇവിടെ എങ്ങനെയാണ് ഇപ്പോ ഈ SDP അടക്കമുള്ള തീവ്രവാദി സംഘടനകൾ നമ്മുടെ രാജ്യത്തുണ്ടായത്? അതിന്റെ പ്രധാനപ്പെട്ട കാരണം ബാബരി മസ്ജിദിന്റെ തകർച്ചയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ബാബരി മസ്ജിദിന്റെ തകർച്ച ഉണ്ടായപ്പോ
ഇന്ത്യയിലെ മുസ്ലിങ്ങളിൽ ഒരു അരക്ഷിത ബോധം ഉണ്ടായി. ഞങ്ങൾ ഇവിടെ സുരക്ഷിതരല്ല, ഞങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം. അവർക്ക് നെഞ്ചുറപ്പോടെ ജീവിക്കാൻ കഴിയുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം കുറവാണ്. കേരളവും ബംഗാളും ത്രിപുരയും. കമ്മ്യൂണിസ്റ്റുകാർക്ക് ആധിപത്യമുള്ള രാജ്യത്തെ പ്രയാസമില്ല, പക്ഷെ മറ്റിടത്തെ പ്രയാസമുണ്ട്. ആ അരക്ഷിത ബോധം മുതലെടുത്തിട്ടാണ് SDPI അടക്കം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളത്, ഇല്ലേ? ആ ബാബരി മസ്ജിദിന്റെ തകർച്ചയുടെ സമയത്ത് നിങ്ങൾ നോക്ക്, ബാബരി മസ്ജിദ് തകർന്നെടുത്ത് രാമക്ഷേത്രത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തറക്കല്ലിടുമ്പോ വിതുമ്പിക്കരഞ്ഞൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയുടെ പേരെന്താണെന്ന് നിങ്ങൾക്ക്? പ്രിയങ്ക റോബർട്ട് വധേര. പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? നിങ്ങളൊക്കെ പറഞ്ഞ് ശീലിച്ചത് പ്രിയങ്ക ഗാന്ധി എന്നാണ്. അറിയാതെ ചിലപ്പോ ഞാനും പറയും പ്രിയങ്ക ഗാന്ധി. അതെങ്ങനെ പ്രിയങ്ക ഗാന്ധിയാവുക? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അരിയൻ ഇട്ടുകൊടുത്ത പാൽപ്പൊടി ചായയിൽ കുടിച്ചിട്ട് PK ഫിറോസ് പറഞ്ഞതുപോലെ വിശ്വസിക്കുന്ന ലീഗും കോൺഗ്രസും ഒക്കെ നാട്ടിലുണ്ട്. മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയാണ് രാഹുൽ ഗാന്ധി. നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ വലിയ പോരിശ പാടുന്ന കോൺഗ്രസുകാരുണ്ടല്ലോ ഇവിടെ ഈ നാട്ടിൽ. ആരാണ് നെഹ്റു കുടുംബം? മോത്തിലാൽ നെഹ്റു, ഇല്ലേ? മോത്തിലാൽ നെഹ്റു എവിടെ? മോത്തിലാൽ എവിടെയായിരുന്നു താമസിക്കുന്നത്? കാശ്മീരിൽ. അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ മോത്തിലാലിനെ കൊണ്ടുവന്ന് ആഗ്രയിലെ ഒരു തോട്ടിൻകരയിൽ ഭൂമി കൊടുത്തു, വീട് കൊടുത്തു, അവിടെ താമസിപ്പിച്ചു. തോടിനെ ഹിന്ദിയിൽ പറയുക നെഹ്റാണ്. നെഹർ എന്ന ഹിന്ദി ഉറുദു വാക്കിൽ നിന്നാണ് നെഹ്റു എന്ന വീട്ടുപേര് വന്നത്. കൊളായിൽ എന്നാണ് എന്റെ വീട്ടുപേര്. അത് ലോപിച്ചിട്ടാണ് കൊളായി ഉണ്ടായത്. ഞാൻ നെഹ്റു ഒക്കെ വീട്ടുപേരുകൊണ്ട് അറിയപ്പെടുന്നവരാണ് എന്ന് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, പണ്ഡിറ്റ് ജാതി പേരാണ്, ജവഹർലാൽ പേരാണ്, നെഹ്റു വീട്ടുപേരാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ മകൾ ഇന്ദിര, നെഹ്റുവിന്റെ ഭാര്യ കമല നെഹ്റു ലണ്ടനിൽ ചികിത്സക്ക് പോയി. അപ്പൊ നേരത്തെ ഇന്ത്യയിൽ ഒരു സമരമുഖത്ത് വെച്ച് കമലയെ പരിചയപ്പെട്ടതാണ് ജഹാംഗീർ ഗാന്ധിയുടെ മകൻ ഫിറോസ് ഗാന്ധി, നോട്ട് ഗാന്ധി, ഗാന്ധി. ഫിറോസ് ഗാന്ധി ലണ്ടനിൽ പഠിക്കുന്നു. കമലയെ കാണാൻ വരും. കമലയെ പരിചരിക്കാൻ കൂടെയുള്ള ഇന്ദിരയെ കണ്ടു. അവര് തമ്മിൽ പ്രണയത്തിലായി. നെഹ്റുവിന്റെ എതിർപ്പുണ്ടായിട്ടും ഗാന്ധിജി ഇടപെട്ടു. ആ വിവാഹം നടന്നു. അങ്ങനെ ഗാന്ധി എപ്പോഴോ ഗാന്ധിയായി. ആ ഗാന്ധിയുടെ വാല് ഇന്ദിര എന്ന സ്ത്രീയുടെ പേരിന്റെ കൂടെ വന്നു. ഇന്ദിര ഗാന്ധിയായി. ഇന്ദിരാഗാന്ധിക്ക് 2 മക്കളുണ്ടായി. ഒന്ന് സഞ്ജയ് ഗാന്ധി, അടിയന്തരാവസ്ഥ അടക്കി വാണ സഞ്ജയ് ഗാന്ധി വിമാനാപകടത്തിൽ മരിച്ചു. സഞ്ജയ് ഗാന്ധിയുടെ ഭാര്യയുടെ പേര് മനേക ഗാന്ധിനാണ്, മകന്റെ പേര് വരുൺ ഗാന്ധിനാണ്. രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട്. സർപ്പം പോലത്തെ BJP. നെഹ്റു കുടുംബത്തിന്റെ പാരമ്പര്യം പറയുന്ന കോൺഗ്രസ്സുകാരുണ്ട് അവിടെ. നെഹ്റു കുടുംബത്തിന്റെ പാരമ്പര്യം എന്താണ്? 50-50 BJP, ഇല്ലേ? രണ്ടാമത്തെ മറ്റൊരു മകനാണ്. ആ പ്രിയങ്കയെ കല്യാണം കഴിച്ചത് റോബർട്ട് വധേരയാണ്. സ്വാഭാവികമായി റോബർട്ട് വധേരയുടെ ഭർത്താവിന്റെ പേരിന്റെ ബാക്കി ഇവിടെ വരണം. അതുകൊണ്ടാണ് പ്രിയങ്ക റോബർട്ട് വധേര എന്ന് പറഞ്ഞത്. ആ പ്രിയങ്ക ബാബരി മസ്ജിദ് തകർത്തെടുത്ത് രാമക്ഷേത്രത്തിന്റെ തറക്കല്ല് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുമ്പോ വിതുമ്പിക്കറിഞ്ഞ പെൺകുട്ടിയാണ്. എന്തിനാ വിതുമ്പിക്കറിഞ്ഞത്? കോൺഗ്രസ് വിചാരിച്ച എന്തിനാ വിതുമ്പിക്കറിഞ്ഞത്? കാരണം പ്രിയങ്ക പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്? ബാബരി മസ്ജിദ് തകർത്തത് ദുഃഖമല്ല, എന്റെ അച്ഛന്റെ സ്വപ്നമായിരുന്നു രാമക്ഷേത്രം. ഞാൻ ഒരുപാട് കടലാസുകളൊക്കെ കോപ്പി അടിപ്പിക്കുമ്പോ സഖാവിനോട് പറഞ്ഞിട്ടുണ്ട്, നാസിർ കൊളായി ബടായി പറഞ്ഞിട്ട് ഇവിടുന്ന് പോകില്ല, എല്ലാം തെളിവ് പറഞ്ഞിട്ടേ പോകും. അതുകൊണ്ട് ഞാൻ പറയുന്നു, പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗത്തിന്റെ വീഡിയോ ഇവിടെ ഞാൻ കൊടുക്കും. പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഇന്ത്യൻ എക്സ്പ്രസിലും ഇന്ത്യയിലും ഇന്ത്യയിലെ എല്ലാ പത്രത്തിലും അച്ചടിച്ചു വന്നതിന്റെ കോപ്പി ഞാൻ ഇവിടെ കൊടുക്കും. എന്താ പ്രിയങ്ക പറഞ്ഞത്? എന്റെ അച്ഛന്റെ സ്വപ്നമായിരുന്നു രാമക്ഷേത്രം. ആരാ പ്രിയങ്കയുടെ അച്ഛൻ? രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയുടെ സ്വപ്നമാണോ രാമക്ഷേത്രം? നിങ്ങൾ നൗഷാദ് സഖാവിന്റെ മേലെ കുതിരകരണമൊക്കെ നിർത്ത്. ഈ നാട്ടിലെ ജനങ്ങളോടൊന്ന് പറ, കോൺഗ്രസ് ഈ അങ്ങാടിയിൽ മൈക്ക് കെട്ടിയിട്ട് പറ. ഒന്നുകിൽ രാജീവ്, പിന്നെ പ്രിയങ്ക പറഞ്ഞാണ് ശരി, അല്ലെങ്കിൽ പ്രിയങ്ക പറഞ്ഞത് തെറ്റാണ്. പ്രിയങ്ക പറഞ്ഞത് രാജീവിന്റെ സ്വപ്നമാണ്, എന്റെ അച്ഛന്റെ സ്വപ്നമാണ് രാമക്ഷേത്രം. അതിന്റെ ഉദ്ഘാടനത്തിന് പ്രിയങ്കയെ വിളിച്ചില്ല, അതാ പ്രശ്നം. അതുകൊണ്ടാ കണ്ടീര്. എന്നിട്ട് പകരമായി എന്ത് ചെയ്തു? RSS ഉണ്ടാക്കുന്ന രാമക്ഷേത്ര നിർമ്മാണത്തിന് വെള്ളി ഇഷ്ടികകൾ കൊടുത്ത കോൺഗ്രസ് നേതാവിന്റെ പേരാണ് പ്രിയങ്ക റോബർട്ട് വധേര. മനസ്സിലായി നിങ്ങൾക്ക്? മാത്രമല്ല, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? 1925 ഇന്ത്യയിൽ രൂപീകരിച്ച RSS പറഞ്ഞിട്ടുണ്ട്, 100 കൊല്ലം കൊണ്ട് ഇന്ത്യയെ ഞങ്ങൾ ഹിന്ദു രാജ്യമാക്കും.
1925 കൂട്ടം 100 സമം 2025 ഈ 2025 ഇന്ത്യ ഹിന്ദു രാജ്യമാക്കണമെങ്കിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കൂടുതൽ സീറ്റ് കിട്ടണം. അതിന് പണം വേണം, പത്രങ്ങളെ വിലക്കെടുക്കണം. ഇവിടെ കുപ്പിയും കോഴിക്കാനും കൊടുത്താൽ മതി. ദേശീയ തലത്തിൽ അതുപോലെ പത്രങ്ങളെ, മാധ്യമ സ്ഥാപനങ്ങളെ വിലക്കെടുക്കണം. അതിന് കോടികൾ വേണം. ഇനി അഥവാ ബിജെപിക്ക് എംപിമാര് കുറവാണോ, ചാക്ക് കാണിച്ചു കൊടുത്താൽ മതി. ഓടിക്കാരൻ കോൺഗ്രസ് എംപിമാരുണ്ട്, അവർക്ക് കോടികൾ കൊടുക്കണം. അതിനവർ കണ്ട മാർഗം എന്താണ്? സംഭാവന കൊടുക്കുക. ആ സംഭാവന എന്തായിരുന്നു? ഇലക്ട്രൽ ബോണ്ടിലൂടെ സംഭാവന കൊടുക്കുക. ഏത് കള്ളപ്പണം കൊടുക്കുക, കണക്കോട് കണ്ടില്ല. ആ ഇലക്ട്രൽ ബോണ്ടിലൂടെ ബിജെപിക്ക് സംഭാവന ചെയ്ത മഹാന്റെ പേരാണ് 170 കോടി രൂപ ബിജെപിയുടെ ഇലക്ഷൻ ഫണ്ടിലേക്ക് കൊടുത്ത മഹാന്റെ പേരാണ് റോബർട്ട് വധേര. കോൺഗ്രസ് മനസ്സിലായ ആളാണ് രാഹുൽ ഗാന്ധിന്റെ അളിയന്. രാഹുൽ ഗാന്ധിന്റെ അളിയന് നാളെ ഈ നാട്ടിൽ കോൺഗ്രസ് ഒന്ന് മറുപടി പറ, മൈക്ക് കെട്ടി 170 കോടി രൂപ എന്തിനാണ് കൊടുത്തിട്ടുള്ളത്? നിങ്ങൾ പറ ഈ നാട്ടിലെ ജനങ്ങളോട്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ആ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു മഹാദുരന്തം ഉണ്ടായി. ഞാൻ പറയണോ പ്രിയപ്പെട്ടവരെ? ജൂലൈ മാസം 29-ാം തീയതി മുണ്ടക്കയിലും ചൂരൽമലയിലും പുഞ്ചിരി മറ്റത്തും കിടന്നുറങ്ങിയ ഒരു പറ്റം മനുഷ്യര്, അവര് നേരം പുലർന്നില്ല. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുറങ്ങി അവര് മരണത്തിലേക്ക് ഒഴുകിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഞാൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്ത കൊടിയത്തൂർ എന്ന ഗ്രാമത്തിൽ നിന്നാണ്. എന്റെ ഗ്രാമത്തിന്റെ ഒരു വശത്തോട് ഒഴുകുന്ന നദിയുടെ പേര് ചാലിയാർ പുഴ. ജൂലൈ 30-ാം തീയതി ഞങ്ങൾ കണ്ട കാഴ്ച എന്താണെന്നറിയോ നിങ്ങൾക്ക്? ജൂലൈ 30-ന് ചാലിയാർ പുഴയിലൂടെ മനുഷ്യന്റെ ജഡങ്ങൾ ഇങ്ങനെ ഒഴുകി വരിക. ഞങ്ങൾ വയനാടിൽ നിന്ന് ദൂരെയാണ്. വെള്ളച്ചാട്ടങ്ങളെല്ലാം ചാടിക്കടന്ന് മനുഷ്യന്റെ മൃതശരീരം ചാലിയാർ പുഴയിലൂടെ ഒഴുകി നടക്കുമ്പോ തോണികളിലൂടെ മൃതശരീരം പെറുക്കിയെടുക്കാൻ പോയ ഞങ്ങൾ കണ്ട കാഴ്ച എന്താണെന്നറിയോ? മനുഷ്യന്റെ മൃതശരീരം പെറുക്കിയെടുക്കുമ്പോ തലയുള്ളതിന് ഉടലില്ല, ഉടലുള്ളതിന് പൂർണ്ണതയില്ല, കൈകളില്ല, കാലുകളില്ല, മനുഷ്യ ജഡങ്ങൾ ഇങ്ങനെ ഒഴുകി വരികയാണ്. മഹാദുരന്തം നമ്മൾ കണ്ടില്ലേ പ്രിയപ്പെട്ടവരെ? എല്ലാവരും ഓടിയെത്തില്ലേ വയനാട്ടിന്റെ മണ്ണിലേക്ക്? ആ പാവപ്പെട്ട മനുഷ്യരെ രക്ഷപ്പെടുത്താൻ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ സകല മനുഷ്യരും ഒഴുകിയെത്തി. കൂട്ടത്തിൽ ആര് വന്നു? ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക വിമാനത്തിൽ വന്നു, കണ്ണൂർ ഇറങ്ങി, എന്നിട്ട് ഹെലികോപ്റ്ററിൽ വന്നു വയനാട്ടിലേക്ക്. പൈസ കൊടുക്കണം, നമ്മൾ കൊടുക്കണം. എന്താ ഞാൻ അങ്ങനെ പറയാൻ? 2018-ലെയും 19-ലെയും മഹാപ്രളയത്തിന്റെ കാലത്ത് നിങ്ങളുടെ ഈ മധ്യ കേരളത്തിൽ ആലപ്പുഴയിലടക്കം കെട്ടിടത്തിന്റെ മുകളിൽ കിടക്കുന്ന കുടുങ്ങിപ്പോയ നരഗർഭിണികളെ ഇന്ത്യയുടെ ധീരരായ പട്ടാളക്കാര് ഹെലികോപ്റ്ററിൽ വന്ന് കയറിന്റെ കോണി വെച്ചിറക്കി രക്ഷപ്പെടുത്തുന്ന മനോഹരമായ കാഴ്ച ഞാനും നിങ്ങളും കണ്ടു. ഒരാഴ്ച കഴിഞ്ഞപ്പോ നരേന്ദ്രമോദിയുടെ സീറ്റ് വെച്ച് വരുന്നു. എന്തിനാണ് സീറ്റ്? ഹെലികോപ്റ്ററിന്റെ വാടക എവിടെ? ഇവരുടെ തറവാട്ടിൽ കൊണ്ടുവന്ന ഞാൻ നിങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നുള്ള പണം കൊണ്ടുള്ള ഹെലികോപ്റ്ററിന്റെ പണം. ഇന്ത്യയുടെ പട്ടാളക്കാര് പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കേണ്ടവര്, അവർക്ക് പണം തരണം, ഇല്ലെങ്കിൽ നിങ്ങളെ റേഷൻ കുറക്കുന്ന പറഞ്ഞു. ഞാൻ വിശദീകരണത്തിൽ കിടക്കുന്നില്ല. ആ നരേന്ദ്രമോദി പ്രത്യേക ഹെലികോപ്റ്ററിൽ വന്നു. ദുരന്തബാധിത സ്ഥലങ്ങൾ ഹെലികോപ്റ്ററിലൂടെ പറന്നു കണ്ടു. എന്നിട്ട് മേപ്പാടിയിൽ ഇറങ്ങി, മേപ്പാടിയിൽ ആശുപത്രിയിലേക്ക് പോയി. ആ മേപ്പാടിയിൽ ആശുപത്രിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇങ്ങനെ സന്ദർശിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ഉമ്മാന്റെ കൂടെ കിടക്കുന്ന 2.5 വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട്. അവരുടെ പേര് നൈസമോൾ എന്നാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ താടിയിൽ അവൾ ഇങ്ങനെ തടവി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കണ്ണട ഊരി അവൾ കളിച്ചു. എട്ടും പൊട്ടും തിരിയാത്ത 2 വയസ്സുകാരി, 2.5 വയസ്സുകാരിക്ക് അറിഞ്ഞൂടാ തന്റെ മുമ്പിൽ നിൽക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന്. ഞാൻ നിങ്ങളും ടെലിവിഷനിൽ ആ വാർത്ത കണ്ടു. പിറ്റേ ദിവസം പുറത്തിറങ്ങിയ പത്രങ്ങളിൽ നമ്മൾ ആ ചിത്രം കണ്ടു. ആ ചിത്രം ലോകത്തിന് മുമ്പിൽ മുഴുവൻ പ്രദർശിപ്പിച്ചുകൊണ്ട് RSSകാരും BJPക്കാരും ലോകത്തോട് പറഞ്ഞു, കാരുണ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന്. സാന്ദർഭികമായി പറയാണ് പ്രിയപ്പെട്ടവരെ സഖാക്കള്, നിങ്ങൾക്കറിയോ ആരാ നൈസമോളം? ആരാ നൈസമോളം നിങ്ങൾക്കറിയോ? ഈ പ്രളയമുണ്ടായി 2 മാസം കഴിഞ്ഞപ്പോ കാഞ്ചനമാലയോടൊപ്പം ഞാനും പോയി വയനാട്ടില്. അറിയില്ലേ നിങ്ങൾക്ക് കാഞ്ചനമാല? ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിലുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തിയിലുള്ളതാണ്. സിനിമ കണ്ടവരുണ്ടാവും നിങ്ങൾ. 1982 ജൂലൈ മാസം 15-ാം തീയതി എന്റെ വീടിന്റെ വെളിപ്പാടകലയുള്ള ഇരുവഴിഞ്ഞിപ്പുഴയിലെ തെയ്യത്തുകടവിൽ കാലത്ത് 8:15 തോണി മറിഞ്ഞപ്പോ നിരവധി ജീവനുകളെ രക്ഷപ്പെടുത്തിയ മൊയ്തീൻ പിന്നെയും ജീവനുകളെ രക്ഷപ്പെടുത്താൻ ഇരുവഴിഞ്ഞിയുടെ ആയങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാതെ നടന്നുപോയപ്പോ മുക്കത്തിന്റെ പ്രണയക്കടവിൽ കാഞ്ചന തനിച്ചായി പോയി. എന്റെ ഉമ്മയുടെ അനിയത്തിയുടെ മകനാണ് മൊയ്തീൻ എന്നതുകൊണ്ട് അന്ന് മുതൽ കാഞ്ചന എനിക്ക് ഏടത്തിയമ്മയാണ്.
ആ എടത്തിയമ്മയോടൊപ്പം വയനാട്ടിലെ സഖാക്കളും അവിടുത്തെ ആളുകളും ആവശ്യപ്പെട്ട പ്രകാരം ഞങ്ങൾ അവിടെ പോയി. ഒരു പ്രണയത്തിന്റെ ബാക്കി പത്രമാണ് കാഞ്ചനമാല. പുഞ്ചിരിമറ്റവും മുണ്ടക്കയും ചൂരൽമലയും എല്ലാം നടന്നു കണ്ട് ചൂരൽമല അങ്ങാടിയിൽ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ തകർന്നു കിടക്കുന്ന ഒരു പീഡികക്കോലായി ചൂണ്ടിക്കാണിച്ച് സഖാക്കൾ എന്നോട് ചോദിച്ചു, സഖാവേ, ഈ പീഡികക്കോലായി ഓർക്കുന്നുണ്ടോ? എന്റെ മനസ്സിലേക്ക് ഓർമ്മയിലേക്ക് അത് വന്നില്ല. അപ്പൊ സഖാക്കൾ എന്നോട് പറഞ്ഞു, കഴിഞ്ഞ വർഷം സഖാവ് പ്രസംഗിച്ചത് ഈ പീഡികക്കോലായിലാണ്. ഞാനതങ്ങനെ ഓർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മേപ്പാടി ടൗണിൽ നിന്ന് സഖാക്കൾ വിളിച്ചിട്ട് പറഞ്ഞു, ഷാജഹാന്റെ ഭാര്യയും മകളും നിങ്ങളെ കാത്തിരിക്കുന്നുവെന്ന്. സഖാക്കളെ, നിങ്ങൾക്കറിയോ ആരാ ഷാജഹാൻ? അറിയോ നിങ്ങൾക്ക്? അവന്റെ ബാപ്പയും ഉമ്മയും കൊണ്ടുപോയി. ആ ഷാജഹാന്റെ പൊന്നോമന മകളുടെ പേരാണ് നൈസമോൾ. മേപ്പാടി അങ്ങാടിയിലെത്തി നൈസമോളെയും ഉമ്മയും കണ്ടുകൊണ്ടിരിക്കുമ്പോ അറിയാതെ നൈസമോളുടെ ഉമ്മയോട്, ഷാജഹാന്റെ പ്രിയപ്പെട്ടവളോട് ഞാൻ പറഞ്ഞു, ഞാനന്ന് പ്രസംഗിച്ചപ്പോ എന്റെ പ്രസംഗത്തിന് നന്ദി പറഞ്ഞത് നിങ്ങളുടെ ഭർത്താവായിരുന്നു. അവരെന്റെ മുമ്പിൽ നിന്നു പെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് ഷാജഹാന്റെ മകൾ നൈസമോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ താടിയിൽ തടവിയ ആ പിഞ്ചു കുഞ്ഞിന് ഒരു കുഞ്ഞുടുപ്പ് വാങ്ങാനുള്ള പണം കൊടുത്തോ ഈ ദ്രോഹികൾ? ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഒറ്റ നയാ പൈസ കൊടുത്തോ? നിങ്ങൾ ആലോചിച്ചു. ഇവിടെ തറവാട്ട് വീട്ടിൽ നിന്നുള്ള പണമാണോ നമ്മൾ ചോദിക്കുന്നു? അല്ല. ഒരു കുഞ്ഞി ഭൂമിയിൽ ജനിക്കുമ്പോ നമ്മൾ ആദ്യം വാങ്ങിക്കുന്ന സാധനത്തിന്റെ പേരെന്താ? ഒരുപാട് അമ്മമാരിയ്ക്കുന്നു എന്റെ മുമ്പിൽ. എന്താ നിങ്ങളുടെ ഉത്തരം? ഒരു കുഞ്ഞ് ജനിച്ചാൽ ആദ്യം നമ്മൾ വാങ്ങിക്കുന്നത് ബേബി സോപ്പാ, ആ കുട്ടിയെ ഒന്ന് കുളിപ്പിക്കാൻ. പിന്നെ വാങ്ങിക്കുന്നത് ബേബി പൗഡറാ, ആ കുട്ടിയുടെ മുഖത്തിടാൻ. പിന്നെ വാങ്ങിക്കുന്നത് കുഞ്ഞുടുപ്പ, ആ കുട്ടിയെ ഒന്ന് അണിയിക്കാൻ. അവിടെ തുടങ്ങിയ നമ്മൾ ജീവിതം ആരംഭിക്കുമ്പോൾ വാങ്ങലുകൾ തുടങ്ങിയ അങ്ങനെ വാങ്ങി ജീവിതം അവസാനിക്കുമ്പോ സകല മതവിശ്വാസികളുടെ വീടുകളിലും എരിഞ്ഞുകത്തി സുഗന്ധം പരത്തുന്ന സാധനത്തിന്റെ പേര് ചന്ദനത്തിരിയുന്ന. ആ ചന്ദനത്തിരിയുടെ പാക്കറ്റിന്റെ മുകളിൽ ഉണ്ടാവും ഇൻക്ലൂഡഡ് ടാക്സ്, നികുതിയടക്കം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മൾ വാങ്ങിയ ബേബി സോപ്പ് മുതൽ മരിച്ചു വീഴുന്ന ചന്ദനത്തിരി വരെ നമ്മൾ കൊടുക്കുന്ന ടാക്സ് GST എന്ന ഓമന പേരിൽ കേന്ദ്രം കൈക്കലാക്കി. കൃത്യമായ പങ്കു തരാമെന്ന് പറഞ്ഞു, അത് തരാതെ നമ്മളെ പറ്റിച്ചു ഇല്ലേ? ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും കടക്കുന്നില്ല. അതിൽ നിന്നാണ് ചോദിച്ചത്, നമുക്ക് പണം തരാൻ തന്നോ? തന്നില്ല. പക്ഷെ തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ലടോ. ഞങ്ങളുടെ യുവജന പ്രസ്ഥാനത്തിന്റെ പേര് ഡിവൈഎഫ്ഐയുടെ ചെറുപ്പക്കാർ കേരളത്തിന്റെ തെരുവീതികളിലൂടെ നടന്നു. വയലിൽ വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിഞ്ഞു, പഴയ പത്രങ്ങൾ ശേഖരിച്ചു, ആക്രി പെറുക്കി. ജീവിതത്തിൽ ഇന്ന് വരെ കല്ല് തലയിൽ ചുമക്കാത്ത ഡിവൈഎഫ്ഐയുടെ ചെറുപ്പക്കാരൻ ചെങ്കല്ല് ചുമന്നു, കരിങ്കല്ല് ചുമന്നു. അവന് മരം കയറ്റി, അവന് ബിരിയാണി ചാലഞ്ച് നടത്തി, മത്സ്യ കച്ചവടം നടത്തി, ചായ കച്ചവടം നടത്തി. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയത് എത്രയാണെന്നറിയോ? 20 കോടി 50 ലക്ഷം. തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ലടോ. 20 കോടി 50 ലക്ഷം. 25 വീടുണ്ടാക്കുന്ന പ്രഖ്യാപിച്ചത്. 20 കോടി 50 ലക്ഷം കിട്ടിയപ്പോ 100 വീട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കൈകളിൽ ഞങ്ങൾ അത് ഏൽപ്പിച്ചു ഇല്ലേ? ഇവിടെ പ്രസംഗിക്കുന്ന കോൺഗ്രസ് ഉണ്ടല്ലോ, രാഹുൽ മാങ്കൂട്ടം ഇല്ലേ? പല കഥകളും അന്തരീക്ഷത്തിൽ പാറി നടക്കുന്നുണ്ട്. സ്ത്രീകൾ ഇരിക്കുന്ന സദസ്സിൽ പറയാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല. സഖാവ് ചോദിച്ചില്ലേ എവിടെയാ വരുമാനം ചോദിച്ചില്ലേ? ഇവരുടെയൊക്കെ ഈ കോൺഗ്രസ്സുകാരുടെ എവിടുന്നാ ഇവർക്ക് വരുമാനം? മരിച്ചുപോയ മനുഷ്യരുടെ പേരിൽ പിരിവ് നടത്തി. എന്നിട്ട് പറഞ്ഞു ഡിവൈഎഫ്ഐ 25 വീടുണ്ടാക്കുമ്പോ ഇവൻ പറഞ്ഞു ഞങ്ങൾ 30. 5 എണ്ണം കൂട്ടി പറഞ്ഞു 30. ഒരു കൊല്ലം കഴിഞ്ഞുണ്ടാക്കിയോ? ഇല്ല. കണക്ക് ചോദിക്കുമ്പോ അപ്പം പറയാ ശങ്കരാടി രേഖ കാണിക്കുന്ന പോലെ ഇതാ ബാങ്കിന്റെ പാസ്ബുക്കിലുണ്ട് 85. എന്നാൽ ഈ മാധ്യമ പരീക്ഷകൾ ചോദിക്കണ്ടേ ഈ 85 എവിടെ നിന്ന് കിട്ടി? എന്താണ് അതിന്റെ കണക്ക്? എത്ര കിട്ടാനുണ്ട്? 6. പിന്നെ ഓരോ ജില്ലയിലെയും 3 വെച്ച് കണക്ക് ഞാൻ ഇവിടെ പറയാ. യൂത്ത് കോൺഗ്രസിനെ വെല്ലുവിളിക്കാൻ ഞാൻ 2.5 ലക്ഷം വെച്ച് 3 ലക്ഷം വെച്ച് വാങ്ങിയത് ഞങ്ങൾ കണക്ക് പറഞ്ഞുതരാം. ഈ കേരളത്തിൽ 20 കോടി 50 ലക്ഷം ഡിവൈഎഫ്ഐ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ വരുന്ന തിരുവമ്പാടി മണ്ഡലത്തിലെ കോഴിക്കോട് ജില്ല കൊടിയത്തൂർ പഞ്ചായത്തിലെ എന്റെ ലോക്കലിൽ നിന്നുണ്ടാക്കിയത് 3,33,333 രൂപ. വീട് ഉണ്ടാക്കാൻ പോകുന്നത് നോക്കുവര്. ഇവരെന്ത് പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് അതൊരു വിഷയമേ അല്ല. ആ മുസ്ലിം ലീഗോ നല്ല മാതൃക. എന്താ അവർ കാണിച്ചത്? അവര് പൈസ ഉണ്ടാക്കി. അവര് പിന്നെ സ്ഥിരാണ്. കൊത്തുവാ ഫണ്ട് എന്ന് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട ലീഗ് മനസാക്ഷി ഉണ്ടെങ്കിൽ ഈ PK ഫിറോസിനെ നടു റോട്ടിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യണം.
കാശ്മീരിലെ കൊത്തുവയിൽ 7 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഈ RSSകാർ കൊണ്ടുപോയി ഒരു ആരാധനാലയത്തിലിട്ട് മാറി മാറി ബലാത്സംഗം ചെയ്ത് ഉമ്മയെന്നൊന്ന് നിലവിളിക്കാൻ കഴിയാതെ പടഞ്ഞു വീണ് മരിച്ച പെൺകുട്ടി വെള്ളിയാഴ്ച പള്ളിയിൽ ഇറങ്ങി വരുന്ന മുസൽമാന്റെ മുമ്പിൽ നിങ്ങൾ ബക്കറ്റ് കാട്ടി ആ മുസ്ലിം പെൺകുട്ടിയുടെ പേര് പറഞ്ഞ് പിരിപ്പിച്ച പണം എന്ത് കാട്ടി ലീഗ് ഒന്ന് പറ. ആ പണം ഇപ്പൊ കോടതിയിൽ കേസ് നടക്കുകയാണ്. ഉന്നോവയിലെ പെൺകുട്ടി ഗുജറാത്തിലെ മരിച്ചു വീണ ഒരുപാട് മനുഷ്യരുടെ പേരിൽ പിരിവെടുത്തു. കണക്ക് ചോദിച്ചതിന് KT ജലീലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇല്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ലീഗ് എന്താ ചെയ്തത്? ഇവിടെ ലീഗ് ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കാം. എന്റെ കൂടെ വാ വയനാട്ടിലേക്ക്. 66.2 ഹെക്ടർ ആ ഭൂമി കോടതിയിൽ 44 കോടി രൂപ കെട്ടിവെച്ചു ഗവൺമെന്റ്. വയനാട് കൽപ്പറ്റ ടൗണിന്റെ ഹൃദയഭാഗത്ത് അവിടെയാണ് ഞങ്ങൾ വീടുണ്ടാക്കുന്നത്, സർക്കാരിന്റെ വീടുണ്ടാക്കുന്നത്. അപ്പൊ ഇത്രയധികം പണം കിട്ടി, 1,700 കോടി കിട്ടി. എന്ത് ചെയ്തു എന്നാ ചോദിച്ചത്? ഓരോ കുടുംബത്തിന് 10 ലക്ഷം വെച്ച് നഷ്ടപരിഹാരം കൊടുത്തു. ഒരു കുടുംബത്തിലെ 2 പേർക്ക് 300 രൂപ വെച്ച് ദിവസവേതനം എല്ലാ ദിവസവും കൊടുക്കുക. അവിടെ അംഗവൈകല്യമുള്ള ആളുണ്ടോ, കിടപ്പ് രോഗിയുണ്ടോ, ഒരു 300 പേരെയും 900 വെച്ചൊരു വീട്ടിൽ കൊടുക്കുക. ഈ അനുഭവം ഉണ്ടായിട്ടുള്ള മുഴുവൻ ജനങ്ങൾക്കും മനസ്സിലായങ്ങൾക്ക് അവരുടെ ചികിത്സ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വാടക എല്ലാം സർക്കാർ കൊടുക്കുക. 105 പേര് പറഞ്ഞു ഞങ്ങൾക്ക് വീട് വേണ്ട, 15 ലക്ഷം വെച്ച് കൊടുത്തു. കണക്ക് കൂട്ടി നോക്ക്. ഈ കാര്യം മൂപ്പിച്ച് ഞങ്ങളെ നല്ല വീടുണ്ടാക്കി തരാം. പായലുമരുമല്ല കോലുമലയല്ല എന്ന് പറഞ്ഞു ഞങ്ങളുടെ നാട്ടില്. എന്നതുപോലെ കടക്കവര് നിങ്ങളെ മോഹിപ്പിച്ച് കൊണ്ടുപോയതാ. ഞാൻ പറഞ്ഞത് 66.2 ഹെക്ടർ സ്ഥലത്തിന് 44 ലക്ഷം വെച്ച് അരിച്ചു നോക്കിയാൽ 24,000 ചില്ലാൻ റുപ്യ സെന്റിന് വരിക. എന്നാൽ മുസ്ലിം ലീഗ് സ്ഥലം വാങ്ങിയത് എത്രയാ വന്നത്? 1,28,000 സെന്റിന്. ഞാൻ ഇവിടുത്തെ ലീഗുകാരനെ വെല്ലുവിളിക്കുന്നു. വെറും വാക്കിന് ആശ്രമങ്ങളായി പറയില്ല. നിങ്ങൾ എന്റെ കൂടെ വാ വയനാട്ടിൽ. ഈ ഭൂമിയുടെ തൊട്ടടുത്ത് 60,000, പരമാവധി പോലെ 75,000, 80,000, അതിനപ്പുറത്തില്ല. ഞാൻ നിങ്ങൾക്ക് എത്ര ഏക്കർ ഭൂമി വേണോ ഞാൻ വാങ്ങിത്തരാം. എന്നിട്ട് ഇവര് നടത്തിയ മറ്റൊരു തട്ടിപ്പ് എടുക്കുന്നു. രജിസ്ട്രേഷന്റെ പേരിൽ 2 കോടിയുടെ തട്ടിപ്പ്. എന്തിനാ തട്ടിപ്പിന് പറഞ്ഞ്? ആദ്യം തങ്ങളെ പേരിൽ രജിസ്റ്റർ ചെയ്യാം, പാണക്കാട് തങ്ങളെ. എന്നിട്ട് തങ്ങളെ പേർക്ക് കൊടുക്കുക. എന്തിനാണ്? ബർക്കത്ത്. ഞാൻ ആ ബർക്കത്തൊക്കെ കൂടി ഇപ്പൊ അവിടെ പറയാൻ നിന്നാൽ നേരം വിളിക്കും. ഞാൻ അതിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല. വല്ലാതെ നിങ്ങൾ എന്നോട് പറയിപ്പിക്കരുതെന്ന് മാത്രമേ ഞാൻ അതുമായി ബന്ധപ്പെട്ട് പറയുന്നുള്ളൂ. ഉണ്ടാക്കിയ നിങ്ങൾ വീട്, എന്റെ ലീഗ് ഉണ്ടാക്കാത്ത വീട്, എന്റെ കോൺഗ്രസ് ഉണ്ടാക്കാത്ത വീട്, എന്നിട്ട് ഗവൺമെന്റ് വീടുണ്ടാക്കുന്നതിന്റെ കണക്ക് ചോദിച്ചെടുക്കാത്. ഞാൻ പറഞ്ഞു വന്ന വിഷയമല്ല. ഈ പ്രിയങ്കയെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, വയനാടിന്റെ പാർലമെന്റ് മെമ്പറാണ് പ്രിയങ്ക. എന്നെ കേൾക്കുന്ന കോൺഗ്രസ് എഴുതി വെച്ചോ. ഞാൻ ഈ പ്രസംഗിക്കുന്ന നിമിഷം വരെ ഒറ്റ നയ പൈസ വയനാട് ഫണ്ടിലേക്ക് കൊടുത്തോ പ്രിയങ്ക? ജവഹർലാൽ നെഹ്റു കുടുംബത്തിൽ നിന്ന് എടുത്തുകൊണ്ട് കൊടുത്തോന്നല്ലേ ചോദിച്ചത്? പാർലമെന്റ് മെമ്പറുടെ ഫണ്ട് ഉണ്ട്. ഞങ്ങളുടെ ജോൺ ബ്രിട്ടാസ് ലീഗ് കണ്ടിട്ടുണ്ടോ? ഇപ്പോ ഈ വഖഫ് ബില്ലടക്കം വന്നപ്പോ കേരളത്തിന്റെ ഇന്ത്യയുടെ പാർലമെന്റിൽ നമ്മുടെ ബ്രിട്ടാസ് ഇങ്ങനെ പ്രസംഗിക്കുമ്പോ PV അബ്ദുൽ വഹാബ് വായി പൊളിച്ച് നിന്ന് മിനിമം 15 ഇഞ്ച വായി പോയി കണക്ക്. അമ്മാതിരി നോട്ട. കാരണം എന്താണ്? ജോൺ ബ്രിട്ടാസിന്റെ പ്രസംഗം. ആ ജോൺ ബ്രിട്ടാസ് 25 ലക്ഷം ഞങ്ങളുടെ എല്ലാ MP മാരും MP ഫണ്ടിൽ നിന്ന് 25 ലക്ഷം കോൺഗ്രസിന്റെ 2 MP കൊടുത്തിട്ടുണ്ട്. ഞാൻ സമ്മതിക്കുന്നു. PT ഉഷ BJP നോമിനിയാണ്, 5 ലക്ഷം കൊടുത്തിട്ടുണ്ട്. എന്റെ ചോദ്യത്തിന് നാളെ ഈ അങ്ങാടിയിൽ മറുപടി പറ കോൺഗ്രസ്. വയനാട് പാർലമെന്റ് മെമ്പർ ഇല്ലേ, ഒറ്റ നയാ പൈസ കൊടുത്തോ? ഒറ്റ നയാ പൈസ കൊടുത്ത ഭർത്താവ് റോബർട്ട് വധേര 170 കോടി. എന്തിന്? BJPക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ. ആരെ തോൽപ്പിക്കാൻ? കോൺഗ്രസ്സുകാരെ തോൽപ്പിക്കാൻ. ഇല്ലേ? അടിയൻ കൊടുത്തു. എന്നാൽ അടിയന്റെ ബംഗളോ ഒറ്റ നയാ പൈസ കൊടുത്തില്ല. എന്നിട്ട് കരയുന്നതിന് ബാബരി മസ്ജിദ് തകർത്തെടുത്ത് രാമക്ഷേത്രം ഉണ്ടാക്കുമ്പോ എന്റെ അച്ഛന്റെ സ്വപ്നമാണ്. ആണോ? നിങ്ങളെ നോക്ക് പ്രിയപ്പെട്ടവരെ, രാമക്ഷേത്രത്തിന്റെ തറക്കല്ലിട്ടതാരാ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഏത് പ്രധാനമന്ത്രി? ഇന്ത്യയുടെ ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത പ്രധാനമന്ത്രി. എന്താ ഭരണഘടന പറയുന്നത്? എല്ലാ മതസ്ഥർക്കും തുല്യ അവകാശം. എവിടെ വെച്ചാ സത്യപ്രതിജ്ഞ ചെയ്ത്? ഇന്ത്യൻ പാർലമെന്റിനകത്ത് വെച്ച്. നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങൾക്ക് തറക്കല്ലിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല? ക്ഷേത്രങ്ങൾക്ക് തറക്കല്ലിടുന്നതാണ് അത് സന്യാസി വര്യന്മാർ. നമ്മുടെ നാട്ടിലെ മുസ്ലിം പള്ളികൾക്ക് തറക്കല്ലിടുന്ന ആരാണ്? ബഹുമാന്യനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, അല്ലെങ്കിൽ മഹാനായ ജിഫ്രി തങ്ങൾ. കോട്ടെ ലീഗിന്റെ പ്രസിഡന്റ് ആണെങ്കിലും 1000 പള്ളികളുടെ ഇമാമും പാണക്കാട് തങ്ങൾ. ക്രിസ്ത്യൻ പള്ളിയുടെ തറക്കല്ലിടല് ആരാണ്? ഒന്നുകിൽ ബിഷപ്പുമാര് അല്ലെങ്കിൽ കർദിനാൾമാര്. എന്നാൽ നിങ്ങൾ കണ്ടോ, രാമക്ഷേത്രത്തിന്റെ തറക്കല്ലിട്ട ആരാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇന്ത്യൻ ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത പ്രധാനമന്ത്രി. അത് സത്യപ്രതിജ്ഞ പാർലമെന്റിനകത്ത് വെച്ച്
പാർലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ്. അതൊന്ന് പുതുക്കിപ്പണിയാൻ തീരുമാനിച്ചു ഇടക്കാലത്ത്. പുതുക്കിപ്പണിയുമ്പോ സ്വാഭാവികമായി അതിന്റെ ഉദ്ഘാടനം ആര് നിർവഹിക്കണം? ഇന്ത്യയുടെ പ്രഥമ പുരുഷൻ. ഇന്ത്യയുടെ പ്രഥമ പുരുഷൻ എന്ന് പറഞ്ഞ ആരാണ്? ഇന്ത്യയുടെ പ്രസിഡന്റ്. ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ്? ദ്രൗപദി മുർമു. അവരെ വിളിച്ചില്ല. എന്താ കാരണം? ഇന്ത്യയിലെ ഹിന്ദുവിനെ ഈ RSS 4ആയി തിരിച്ചു: ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ബ്രാഹ്മണൻ ദൈവപുത്രൻ, ശൂദ്രൻ അവൻ അടിമപ്പണി ചെയ്യാൻ വിധിക്കപ്പെട്ടവൻ. ശൂദ്രനേക്കാളും താന്നവരുണ്ട്, മനുഷ്യരായി പോലും ഗണിക്കാത്തവരുണ്ട്, പറയരുണ്ട്, പുലിയരുണ്ട്, പകൽ വെളിച്ചത്തിൽ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്തവര്, ചത്ത പശുവിന്റെ മാംസം കഴിക്കേണ്ടി വരുന്നവർ, പട്ടിയുടെ മാംസം കഴിക്കേണ്ടി വരുന്നവർ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഈ നാട്ടില്. അവരെയാണ് സഖാബ് VS അടക്കമുള്ളവർ പുന്നപ്ര വയലാറിൽ വിളിച്ച മുദ്രാവാക്യം എന്താണ്? തമ്പ്രാനെന്ന് വിളിക്കില്ല, പാലയിൽ കഞ്ഞി കുടിക്കില്ല. സഖാബ് പറഞ്ഞല്ലോ, കിടന്നുറങ്ങാൻ വീടില്ലാത്തവർക്ക് അഭയം കൊടുത്ത് കഥ പറഞ്ഞില്ലേ? അങ്ങനെയുള്ള മനുഷ്യരോട് പറഞ്ഞ് തമ്പ്രാനെന്ന് വിളിക്കില്ല, പാലയിൽ കഞ്ഞി കുടിക്കില്ല. ഇന്നിപ്പോ കേരളത്തിൽ പറയന് പുലയന് നോക്കൊന്ന് പറഞ്ഞു വെക്കാം. പറഞ്ഞ നാവ് വായിലിടുന്നതിന് മുമ്പ് വായിലെ പല്ല് നടത്തുണ്ടാവും. കേരളത്തിൽ എന്റെ ദ്രൗപദി മുർമുവിനെ വിളിക്കാഞ്ഞത്? അവർ പട്ടികവർഗക്കാരിയാണ്. ഈ പറഞ്ഞ പട്ടികവർഗക്കാരിയാണ്. 1, 2 അവർ സ്ത്രീയാണ്, 3 അവർ വിധവയാണ്, 3 ലക്ഷണക്കാരാണ്. അതുകൊണ്ട് വിളിച്ചില്ല. പാർലമെന്റിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഞാൻ ഇന്നലെ ടെലിവിഷനിൽ കണ്ടു. ആരാണ്? നഗ്ന സന്യാസിമാർ. എന്നാൽ ക്ഷേത്രത്തിൽ ഉദ്ഘാടനം ഇന്ത്യന്റെ പ്രധാനമന്ത്രി. തല കുത്തനെ കുല തത്തനെ. ഇല്ലേ? ഈ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് നമ്മളെ ക്ഷണിക്കാൻ വന്നു. ആരായിരുന്നു? നമ്മുടെ സെക്രട്ടറി, അകാലത്തിൽ നമ്മളെ വിട്ടുപോയ സീതാറാം യെച്ചൂരി. കത്ത് കൊണ്ടുവന്ന BJP-കാരന്റെ കത്തുകാരനോട് ചോദിച്ചു, ഇതെന്താ കത്ത്? അപ്പൊ പറഞ്ഞു, രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ക്ഷണക്കഥ. യെച്ചൂരി പറഞ്ഞു, പോവല്ലേ, മറുപടി ഇപ്പൊ തരാം. അതിന് PB കൂടണ്ട, അതിന് ബ്രാഞ്ച് കൂടണ്ട. ഒറ്റവാക്കിൽ ഉത്തരം കൊടുത്തു. എന്താ ഉത്തരം? ഞങ്ങൾ വരുകില്ല. എന്താ കാരണം? നമ്മൾ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിൽ പങ്കെടുക്കാറുണ്ട്. ഇപ്പൊ തന്നെ ക്ഷേത്രോത്സവത്തിൽ നമ്മൾ പോയി പാട്ടുപാടി, സിനിമാ പാട്ടുപാടി, വലിയ വിവാദം. നമ്മള് അമ്പലത്തിലെ ക്രിസ്ത്യൻ പള്ളിയുടെ നേർച്ചക്ക് പോയില്ലേ, കുണ്ടോട്ടി നേർച്ചക്ക് പോയില്ലേ, പള്ളിയിലെ ഇതിന് പോയില്ലേ, ഇടത്തിന് നമ്മൾ പോകും. പക്ഷെ ഇതെന്നെ നമ്മൾ പോവാത്തത്? ഒരു മതസ്ഥരുടെ ആരാധനാലയം തകർത്ത് അവരെ ഇതര മനസ്സരുടെ ആരാധനാലയം ഉണ്ടാക്കിയത് മതേതരത്വത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്. അതുകൊണ്ട് ഞങ്ങൾ വരുകില്ല. കത്തുവേറ്റ് വന്ന നേരെ മറുപടി BJP ഓഫീസിൽ കൊടുക്കാൻ പോയതല്ല. ഒരു പോണ വെഹിക്കല് വേറെ സ്ഥലത്ത് കയറാണ്ട്. അതേത് ഓഫീസ്? AICC ഓഫീസ്, ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിന്റെ ഓഫീസ്. അവർക്ക് കത്ത് കൊടുത്തു. കോൺഗ്രസ് പ്രത്യേക യോഗം ചേർന്നു. ചിലര് പറഞ്ഞു ക്ഷേത്രോദ്ഘാടനത്തിന് പോവണം, ചിലര് പറഞ്ഞു പോവണ്ട, ചിലര് പറഞ്ഞു പോണ്ടണം. ഇതൊക്കെ മനസ്സിലായ? പോണ്ടണം എന്ന് പറഞ്ഞാൽ എന്താണ്? പോവണ്ടാന്ന് മൃദുവായി തീരുമാനിക്കുക. എന്നിട്ടോ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ദിവസം ഹിമാചൽ പ്രദേശിന്റെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പോയി, മന്ത്രിമാര് പോയി, കേരളത്തിൽ നിന്നുള്ളത് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിനിധികൾ പോയി, AICCയുടെ പ്രതിനിധി പോയി. എന്റെ കോൺഗ്രസ് ഒറ്റ ചോദ്യം എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ദിവസം BJP ഭരിക്കുന്ന സകല സംസ്ഥാനങ്ങളിലും അവധി കൊടുത്തു. അത് നമുക്ക് മനസ്സിലാക്കാം. ഒറ്റ ചോദ്യം, കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ എന്തിനവധി കൊടുത്തു? നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് പറ. നിങ്ങൾ ഈ സഖാവിന്റെ നേരെ കുതിര കയറാൻ വരില്ല. ഇതൊന്ന് പറ. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഉശിരും ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങൾ പറ. ഈ നാട്ടിലെ ജനങ്ങൾ കേൾക്കട്ടെ. നമ്മൾ ഇതൊക്കെ പറയുമ്പോ കോൺഗ്രസ്സുകാരുടെ ഒരു മറുപടി. KPCCയുടെ മുൻ പ്രസിഡന്റായിരുന്ന എന്റെ സുഹൃത്തായിരുന്ന K മുരളീധരൻ, അയാൾ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ത് മത? കമ്മ്യൂണിസ്റ്റുകാർക്ക് മതമുണ്ടോ, ജാതി ഉണ്ടോ, ഓർക്ക് അമ്പലമുണ്ടോ, പള്ളിയുണ്ടോ? അമ്പലത്തിന്റെ ഉദ്ഘാടനത്തിന് പോയില്ല എന്ന് അവർ പറയുന്നത് നമ്മൾ കൂട്ടണോ? കാരണം കമ്മ്യൂണിസ്റ്റുകാരുടെ മതമല്ല. ഇതിവര് സ്ഥിരം പറയുന്ന കാറൽ മാക്സ് പറഞ്ഞിട്ടുണ്ട്, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. എവിടെയാ പറഞ്ഞു? നിങ്ങൾ കാണിച്ചു. എന്താ മാക്സ് പറഞ്ഞിട്ടുള്ളത്? ഈ ലോകത്തിന്റെ ആത്മീയ ഗ്രന്ഥം തന്നെ മതമാകുന്നു. ഹൃദയമില്ലാത്ത ലോകത്തിന്റെ കാരുണ്യമാണ് മതം. മർദ്ദിതന്റെ നിശ്വാസമാണ് മതം. ആ മതം കറുപ്പുമാണ്. മനുഷ്യനെ മയക്കുന്നതാണ്. എവിടെ പറഞ്ഞു? EMSന്റെ നിർവചനം ഉണ്ടല്ലോ. മാക്സിന്റെ കാലഘട്ടത്തിൽ വേദന സംഹാരിയായി ഉപയോഗിച്ചിരുന്ന ഓപ്പിയം അഥവാ കറുപ്പ്. ഒരു മനുഷ്യൻ വേദന കൊണ്ട് പടയുമ്പോ അന്നത്തെ കാലത്തെ വേദന സംഹാരിയാണ് ഓപ്പിയം. ഓപ്പിയം കൊടുത്ത ആശ്വാസം കിട്ടും, ഇല്ലേ? എന്നിട്ട് മുരളീധരൻ ചോദിക്കാണ്, കമ്മ്യൂണിസ്റ്റുകാർക്ക് മതമുണ്ടോ? പ്രിയപ്പെട്ട മുരളീധര, അങ്ങയോടുള്ള എല്ലാ ബഹുമാനങ്ങളും വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, അങ്ങയുടെ മരിച്ചുപോയ വന്ധ്യനായ പിതാവ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി K കരുണാകരൻ, ഈ കേരളത്തിൽ കൊടുങ്കാറ്റടിച്ചാൽ, തീമഴ പെയ്താൽ, മഹാപ്രളയം ഉണ്ടായാൽ, ഈ ഭൂമി മലയാളം ആമ്പലം മറിഞ്ഞാൽ, എന്ത് സംഭവിച്ചാലും മലയാള മാസം 1-ാം തീയതി എന്ന് പറഞ്ഞൊരു തീയതി ഉണ്ടെങ്കിൽ കരുണാകരൻ മുടങ്ങാതെ പോകുന്ന ഒരു ക്ഷേത്ര നഗരമുണ്ട് കേരളത്തിൽ. ആ ക്ഷേത്ര നഗരത്തിന്റെ പേര് ഗുരുവായൂർ. ഗുരുവായൂരിനെ കുറിച്ച് യേശുദാസ് പാടിയ മനോഹരമായ ഒരു പാട്ടുണ്ട്.
എന്റെ ചലമ്പിച്ച ശബ്ദത്തിൽ ഞാനിപ്പോ പാടിയാൽ ഒഴിവുള്ള കസേര എടുത്ത് നിങ്ങൾ എന്നെ എറിയുന്ന നല്ല ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ പാടുന്നില്ല എന്ന് പറയാ. എന്താ യേശുദാസ് പാടിയത്? ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും. യേശുദാസിന് പോകാം, പക്ഷെ ഉള്ളിൽ കയറാൻ പറ്റൂല. എന്താ കാരണം? യേശുദാസ് ക്രിസ്ത്യാനിയാണ്. ഇതര മതസ്ഥർക്ക് ഗുരുവായൂരമ്പലത്തിനുള്ളിലേക്ക് പ്രവേശനമില്ല. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിലെ സകല ഹിന്ദുക്കളും തങ്ങളുടെ പ്രിയപ്പെട്ട ദൈവത്തെ കാണാൻ, ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ, ഗുരുവായൂരപ്പനെ കാണാൻ പരാതികളും പരിഭവങ്ങളും പറഞ്ഞ് പരിഹാരം ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കാൻ ഒരുമിച്ചു പോയി. എന്നാൽ അവരിൽ ചിലരുടെ മുമ്പിൽ ആ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടു. എന്താ കാരണം? ഞാൻ നേരത്തെ പറഞ്ഞ കാരണം. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, അവനെക്കാളും താഴ്ന്നവര്, പറയര്, പുലയര്, ബ്രാഹ്മണനും ക്ഷത്രിയനും ഒഴിച്ച് മറ്റുള്ളവർക്ക് ഗുരുവായൂർ വിളിച്ചത് അല്ല. വലിയ സമരം നടന്നു. ആ സമരത്തിന്റെ പേരാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ആ സത്യാഗ്രഹ സമരത്തിന്റെ ക്യാപ്റ്റന്റെ പേരാണ് സഖാബ് AKG. ആ സമരത്തിൽ പങ്കെടുത്തിട്ടാണ് സഖാബ് കൃഷ്ണപിള്ള ഗുരുവായൂരമ്പലത്തിന്റെ മണിയടിച്ചത്. അന്നുകൊണ്ട് മുളവടിക്കാര് കൃഷ്ണപിള്ളന്റെ നടപ്പറടിച്ചിട്ട് കടപ്പറാക്കി. അന്നാ കൃഷ്ണപിള്ള പറഞ്ഞത്, ഉശിലുള്ള നായര് മണിയടിക്കും, ഇലനക്കി നായര് പുറമടിക്കും. AKG നിരാഹാരം കിടക്കുക. AKGയുടെ ഭാര്യന്റെ പേരെന്താ സഖാവ്? AKGന്റെ ഭാര്യന്റെ പേരെന്താ? മറന്നോ നിങ്ങൾ? ആലപ്പുഴയിൽ നിന്ന് ജയിച്ചതാ സുശീല ഗോപാൽ അല്ലേ? സുശീല. ഞാൻ നിങ്ങളെ ചെറുതായിട്ടൊന്ന് തിരുത്താണ്. സുശീല AKGയുടെ ആദ്യ ഭാര്യ അല്ല. ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുമ്പോ AKGയുടെ ഭാര്യ അമ്മാവിന്റെ മകളാണ്. AKG നിരാഹാരം കിടക്കാണ്. അമ്മോശൻ കാക്ക എന്നല്ല ഇവിടെ പറയാ, ഭാര്യന്റെ പിതാവിന്. അമ്മോശൻ കാക്ക വന്ന് AKGയോട് പറഞ്ഞു, എണീക്ക്, ഇത് നമ്മൾ ഉയർന്ന ജാതിക്കാർ. ഏതാ AKGന്റെ ജാതി? നമ്പ്യാര്. നമ്മൾ ഉയർന്ന ജാതിക്കാർക്ക് മാത്രം വരാനുള്ള ഈ അമ്പലത്തിൽ കണ്ട ചെറുമനും പുലിയനൊക്കെ വരുന്നത് നമുക്ക് അപമാനമാണ്. അന്ന് AKG പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്നെ കേൾക്കുന്ന സകല മതവിശ്വാസികളും സ്വർണ്ണലിപിയിൽ എഴുതി വീടിന്റെ താണി അടിച്ചു വെക്കണം. എന്താ AKG പറഞ്ഞത്? മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണെങ്കിൽ, എങ്ങനെ? മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണെങ്കിൽ സൃഷ്ടാവിനെ കാണാൻ സകല സൃഷ്ടികൾക്കും തുല്യ അവകാശമാണ്. അമ്മോശക്കാക്ക് മനസ്സിലായി മരുമോൻ ശരിയാവൂല. നേരെ വീട്ടിൽ പോയി മോളെ കൈ പിടിച്ചു കൊണ്ടുവന്ന് മറ്റൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. മുരളീധര, ഞങ്ങളുടെ നേതാവ് സഖാവ് AKGക്ക് സ്വന്തം ഭാര്യയെ നഷ്ടപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാനല്ല, ഈ നാട്ടിലെ ഹിന്ദുവിന് ദൈവത്തെ കാണാനുള്ള അവകാശ സമരത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ നേതാവിന് ഭാര്യ നഷ്ടപ്പെട്ടത്. എന്നിട്ട് ഇപ്പൊ എന്റെ ചോദ്യം, കമ്മ്യൂണിസ്റ്റുകാർക്ക് മതമുണ്ടോ? ഇവിടെ ലീഗുകാർക്ക് ഒരു ചോദ്യമുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർക്ക് മതമുണ്ടോ? ഒരു മുസ്ലിങ്ങളാണോ? ഇല്ലേ? ഞാനിപ്പോ ഇവിടെ പള്ളിയിലെ ബാങ്ക് കേൾക്കുമ്പോൾ ചോദിച്ചു സഖാക്കളോട് എത്ര പള്ളിയിലെ ബാങ്കുണ്ടെന്ന്. സഖാക്കൾ പറഞ്ഞു ഒരു പള്ളിയിലെ ബാങ്കേ ഉള്ളൂ. നിങ്ങൾ വാ, എന്റെ നാട്ടിൽ കൊടിയത്തൂരങ്ങാടിയിൽ 5 പള്ളിയുണ്ട്. ഏപ്പിക്കൊന്ന്, ഈക്കൊന്ന്, മുജാഹിദിനൊന്ന്, ജമാഅത്തിനൊന്ന്, പ്രവാചകന് ശേഷം നബിയുണ്ട് എന്ന് പറഞ്ഞ അഹമ്മദിയാക്കളുടെ ഞങ്ങളുടെ നാട്ടില് അവർക്കൊരു പള്ളി, 5 പള്ളി. ആർക്കും പള്ളി ഉണ്ടാക്കാം, ആർക്കും ബാങ്ക് വിളിക്കാം, ആർക്കും നമസ്കരിക്കാം. ഈ കേരളത്തിൽ നാളെ ഒരു കാലത്ത് അത് പറ്റില്ലായിരുന്നു. എന്താ കാരണം? അതിന്റെ കാരണം പറയണമെങ്കിൽ ഇത്തിരി പിറകിലേക്ക് പോകണം. 1921 അന്നിരുപത്തൊന്നിൽ നമ്മള് ഇമ്മലയാളത്തില് ഒത്തുചേർന്ന് വെള്ളയോടെ എതിർത്ത് നല്ല മട്ടില് നമ്മൾ ഉണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏതു ഏറ്റുമുട്ടുവാൻ. നമ്മളുടെ കാശ് വാങ്ങി ഇംഗ്ലണ്ടിലേക്ക് അയക്കുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏതു ഏറ്റുമുട്ടുവാൻ. ഞാനിങ്ങനെ നോക്കിയ സദസ്സിൽ ആരും തലയാട്ടുന്നില്ല. ഞാൻ മലപ്പുറത്തൊക്കെ പ്രസംഗിക്കുമ്പോൾ ലീഗിന്റെ ചില കാക്കാമാര് നല്ല ആട്ടല തല ഇതിന്റെ കൂടെ. പാവങ്ങൾ വിചാരിച്ചത് എന്താണെന്നറിയോ? ഇത് മോയിൻകുട്ടി വൈദ്യർ എഴുതിയ കെസ് പാട്ടാണെന്നാ. എന്നാ എന്റെ ലീഗ് SDPIക്കാരാ, ജമാഅത്തുകാരാ, കോൺഗ്രസ്സുകാരാ മനസ്സിലാക്കിക്കോ. ഈ കവിത എഴുതിയ ആരാറിയോ? സഖാവ് കമ്പളത്ത് ഗോവിന്ദൻ നായർ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ എഴുതിയ കവിത ഇത്. ഇതിന്റെ പേരിലാണ് ബ്രിട്ടീഷ് പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി കൊണ്ടോട്ടി സ്റ്റേഷനിലിട്ട് അടിച്ച് വേരല് തകർത്തത്. ഈ കവിത പ്രസിദ്ധീകരിച്ചതിനാണ് ചരിത്രത്തിൽ ആദ്യമായി ദേശാഭിമാനി പത്രം ബ്രിട്ടീഷുകാർ അടച്ചുപൂട്ടിയത്. 921 അറിയാം. സാന്ദർഭികമായി ചോദിക്കാം, 1921 കുറിച്ച് ഇപ്പൊ ലീഗിന്റെ KM ഷാജി ഓന്റെ പ്രസംഗം കേട്ടത് മലപ്പുറത്തെ കലക്ടറേറ്റിന്റെ മുമ്പിൽ കലക്ടറേറ്റ് ചൂണ്ടിക്കാണിച്ചിട്ട് മുമ്പറിയാണ് ഇത് പഴയ ബ്രിട്ടീഷുകാരന്റെ പട്ടാളക്കാരൊക്കെയായിരുന്നു. അവിടെ മുസൽമാന്റെ നിലവിളിയുണ്ട്, മുസൽമാന്റെ രക്തമുണ്ട്, മജ്ജയുണ്ട്, മാംസമുണ്ട്. മുന്നിലുള്ള ആവേശം കൊള്ളിക്കണേ. ഞാൻ മുസ്ലിം ലീഗിന്റെ സകല മനുഷ്യരെയും വെല്ലുവിളിക്കുക. 1915 ഇന്ത്യ രാജ്യത്തിന്റെ മുസ്ലിം ലീഗ് 1921 മലബാറിലെ കർഷകരും കർഷക തൊഴിലാളികളും ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരെ നടത്തിയ ഐതിഹാസികമായ പോരാട്ടം
ആ പോരാട്ടത്തെ കുറിച്ച് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇതിന് അനുകൂലമായി ഒരക്ഷരം പറഞ്ഞിട്ടുണ്ടോ? ലീഗ് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ചെറുപ്പക്കാരോട് ഈ സമരത്തിൽ ഇറങ്ങാൻ ആലി മുസ്ലിയാരും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ്, രണ്ട് മനുഷ്യരുണ്ട്. ഒന്ന് ആലി മുസ്ലിയാരും, ഒന്ന് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും. രണ്ടുപേരുടെയും കോൺഗ്രസ് മെമ്പർഷിപ്പ് കാണണം. കോൺഗ്രസുകാർക്ക് ഞാൻ തരാം, എന്റെ കയ്യിലുണ്ട്. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിന്റെ കോൺഗ്രസ് മെമ്പർഷിപ്പ് എന്റെ കയ്യിലുണ്ട്. കോൺഗ്രസ് ആ സമരത്തെ ഒറ്റിക്കൊടുത്തു. ലീഗ് എന്താ പറഞ്ഞത്? തെരുവിലിറങ്ങിയ ചെറുപ്പക്കാരോട് ലീഗ് പാടിയ പാട്ടുണ്ട്. ഒട്ടിപ്പുറം പുണ്ണാക്കുവാനുളരണ്ട, പോലീസുകാരുടെ തല്ലുകൊണ്ടിളിയണ്ട, ഒട്ടും സ്വയം രാജ്യത്തിനായി തുനിയണ്ട, ഒരു കാലവും അത് താരുകില്ല മഹാരാജൻ. ഭോജരാജാവായ തമ്പുരാൻ പടച്ചോൻ തരൂലെന്നല്ല, ബ്രിട്ടീഷ് രാജാവ് സ്വാതന്ത്ര്യം തരൂല. അതുകൊണ്ട് തെരുവിലിറങ്ങിയിട്ട് പോലീസുകാരുടെ തല്ലുകൊണ്ടിളിയണ്ട. മനസ്സിലായി? 1921 100ാം വാർഷികം ഈ കേരളത്തിൽ ഞങ്ങൾ ആചരിച്ചു. പിന്നെ ജമാഅത്തെ ഇസ്ലാമി ആചരിച്ചു, ലീഗ് ആചരിച്ചു, SDPI ആചരിച്ചു. SDPI വിളിച്ചൊരു മുദ്രാവാക്യം അതിന്റെ കൂടെ അവൻ പറഞ്ഞോ, 21 ഊരിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല. താൻ എറിഞ്ഞിട്ടില്ല, ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ പ്രിയപ്പെട്ട അഭിമന്യുവിന്റെ നെഞ്ചിൽ താൻ ആ കത്തിയാണ് കുത്തിയിറക്കിയത്. പ്രിയപ്പെട്ടവരെ, അഭിമന്യു കൊല്ലപ്പെട്ട ഒരാഴ്ച കഴിഞ്ഞ് തൃപ്പൂണിത്തറയിൽ സ്വരാജിന്റെ മണ്ഡലത്തിൽ ഒരു പ്രസംഗം കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് മടങ്ങാം. എറണാകുളത്താണ് എന്റെ ട്രെയിന്. കാറിൽ കൂടെയുള്ള സഖാക്കളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്നെ ഒന്ന് കൊണ്ടുപോകൂ സഖാക്കളെ മഹാരാജാസിലേക്ക്. അവൻ എന്നെ കൊണ്ടുപോയി. പ്രിയപ്പെട്ടവര്, രാത്രിയുടെ 2ാം യാമത്തിൽ മഹാരാജാസിന്റെ പുറകുവശത്തുള്ള ഗേറ്റിനരികിൽ ഞാൻ ചെന്നിറങ്ങുമ്പോ ഞാൻ കണ്ട കാഴ്ച എന്താണെന്നറിയോ? അരണ്ട വെളിച്ചത്തിൽ ചുവന്ന ചുവരിൽ, വെളുത്ത ചുവരിൽ ചുവന്നാക്ഷരം കൊണ്ട് നമ്മുടെ കുഞ്ഞനിയനെ എഴുതി വെച്ച മുദ്രാവാക്യം, വർഗീയത തുലിയട്ടെ. ഇടുക്കിയിലെ വട്ടവടയിൽ നിന്ന് ഇറങ്ങി വന്നൊരു കാറ്റ് എന്റെ ചെവിയിലൂടെ നിലവിളിച്ചുകൊണ്ട് കടന്നുപോയി, ഞാൻ പെറ്റ മകനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അഭിമന്യുവിന്റെ നെഞ്ചിൽ കടാര കുത്തി ഇറക്കിയ SDPയുടെ തമ്മാടി കൂട്ടം ഇല്ലേ? അവർക്കറിയോ ഈ പാട്ട് എഴുതിയതാരാണ്? ഞങ്ങൾ പറയുന്നു 1921 25ാം വാർഷികം പെരിന്തൽമണ്ണയിൽ വെച്ച് ആചരിച്ച പാർട്ടിയാണ് CPM. ബ്രിട്ടീഷ് ഇന്ത്യയിൽ അന്ന് സഖാവ് EMSന്റെ പ്രമേയമുണ്ട്. എന്താ പ്രമേയം? ആഹ്വാനവും താക്കീതും. എന്താ ആഹ്വാനം? ഈ കർഷകരും കർഷക തൊഴിലാളികളും നടത്തിയ സമരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുവാനുള്ള ആഹ്വാനം. എന്താ താക്കീത്? അന്നുണ്ട് SDPI പോലെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ വർഗീയവാദികള് ആ സമരം ചിലയിടങ്ങളിൽ ഗതി മാറിയിട്ടുണ്ട്. ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട്, നിർബന്ധിച്ച് മതം മാറ്റിയിട്ടുണ്ട്. അതിനെതിരെയുള്ള താക്കീത് രണ്ടും പറയും. അതിന് ഈ സമരത്തെ അനുകൂലിച്ചുകൊണ്ട് AKGയുടെ പ്രൗഢോജ്വലമായ പ്രസംഗം. ഇതുപോലെ റോഡിനപ്പുറത്ത് കാത്തിരുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാര് AKGയെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലിട്ടു. കണ്ണൂർ ജയിലിൽ 47 സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യക്ക്. സകല രാഷ്ട്രീയ തടവുകാരെയും കോൺഗ്രസ് വിട്ടയച്ചു, AKGയെ വിട്ടില്ല. അതുകൊണ്ടാണ് 1940 ആഗസ്റ്റ് 15 കണ്ണൂർ ജയിലിന്റെ 32ാം സെല്ലിൽ നിന്ന് പുറത്തിറങ്ങി കണ്ണൂർ ജയിലിന്റെ മുറ്റത്ത് ദേശീയ പതാക ഉയർത്തിയ സഖാവിന്റെ പേര് സഖാവ് AKG. ഞാൻ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല. അതുകൊണ്ട് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസ്ലിയാരുടെ കേന്ദ്രം എവിടെയാണ്? മമ്പറം പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരെതിരെയുള്ള സമരാഹ്വാനം. മലബാറിലെ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മുസ്ലിയാക്കന്മാരും തങ്ങന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരാഹ്വാനം. അതുകൊണ്ട് ഇനി പള്ളി ഉണ്ടാക്കാൻ പാടില്ല, ഇനി മദ്രസ ഉണ്ടാക്കാൻ പാടില്ല. ബ്രിട്ടീഷുകാർ നിയമം കൊണ്ടുവന്നു. 1947 ആഗസ്റ്റ് 15 ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി. കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട കോൺഗ്രസ്, പള്ളി ഉണ്ടാക്കാൻ നിയമം കൊണ്ടുവന്നോ? നിങ്ങൾ പള്ളി ഉണ്ടാക്കാൻ നിയമം കൊണ്ടുവന്നോ? 1950 ഇന്ത്യ റിപ്പബ്ലിക്കായി, മദിരാശി ഗവൺമെന്റ് ഉണ്ടായി, കാമരാജ് മുഖ്യമന്ത്രിയായി, ലീഗിന് 5 MLA-മാരുണ്ടായി. ഉപ്പി സാഹിബ്, CD സാഹിബ്, പോക്കരി സാഹിബ്, ചടയൻ സാഹിബ്, കണ്ടൂടി മറ്റേ സാഹിബ് 6 അവരുടെ പിന്തുണയോട് കൂടിയാണ് കാമരാജ് ഭരിച്ചത്. മനസ്സിലായി നിങ്ങൾക്ക്? ആ മന്ത്രിസഭയിൽ ശബ്ദമുയർത്തിയ ലീഗ് പള്ളി ഉണ്ടാക്കാൻ ശബ്ദം ഉണ്ടാക്കിയില്ല. 1956 നവംബർ 1 കേരളം ഉണ്ടായി. ഈ കേരളത്തിൽ ആദ്യത്തെ മുഖ്യമന്ത്രിയായി സഖാവ് EMS വന്നു. എന്താ കാരണം? 921 സമരം ഭൂമിക്ക് വേണ്ടിയുള്ള സമരം. അത് മാത്രമല്ല, കയ്യൂരിന്റെ, കരിവള്ളൂരിന്റെ, പുന്നപ്രയുടെ, വയലാറിന്റെ, പാടിക്കുന്നിന്റെ, ഒഞ്ചിയത്തിന്റെ എണ്ണിയാൽ തീരാത്ത സമരഭൂമിക. എന്തിനാ? ഈ ഭൂമിയിൽ അടിമകളെ പോലെ അധ്വാനിക്കുന്ന മനുഷ്യർക്ക് അവകാശപ്പെട്ട ഭൂമി, ആ ഭൂമിക്ക് വേണ്ടിയുള്ള സമരം. ആ സമരമുഖങ്ങളിൽ ഈ കേരളത്തിലെ അധ്വാനിക്കുന്ന ജനവിഭാഗം കണ്ട പതാക ഈ ചെങ്കൊടി പതാകയാ.
അതുകൊണ്ട് 56 നവംബർ 1 കേരളം ഉണ്ടായി. കേരളത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് വന്നപ്പോ ആ ജനതയ്ക്ക് സംശയം ഉണ്ടായില്ല. അവർ വോട്ട് ചെയ്തു. ലോക ചരിത്രത്തിൽ ആദ്യമായി 1957 ഏപ്രിൽ 5 വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് സഖാ BMSന്റെ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നു. 6 ദിവസം കഴിഞ്ഞപ്പോ ഏപ്രിൽ 11 ആ ഗവൺമെന്റ് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട 2 ഉത്തരവുകളുണ്ട്. സമയക്കുറവുകൊണ്ടാണെങ്കിലും അത് പറയാതെ നിവൃത്തിയില്ല. എന്താ ഗവൺമെന്റ് കൊണ്ടുവന്ന ഉത്തരവ്? കുടിയിറക്ക് നിരോധന നിയമം. എന്താണ് നിയമം അറിയണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോകാം. നിങ്ങളൊക്കെ വീട്ടിൽ ആധാരം ഉണ്ടാകും. ആധാരത്തിന്റെ അടിയാധാരം എടുക്കുക, അടിയാധാരം എടുക്കുക, അടിയാധാരം എടുക്കുക, അടിയാധാരം എടുക്കുക. 5-6 അടിയാധാരങ്ങളെ മറിച്ചു വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഭൂമി ആരുടെ പേരിലാണ്? ബ്രഹ്മസം ദേവസ്വം. ഏത് ദേവസ്വത്തിന്റെ സഖാവ്? എന്റെ നാട് തൃക്കളയൂർ ദേവസ്വം. ഇവിടുത്തെ കാരണോടാ. എന്താ കാരണം? ബ്രാഹ്മണൻ ദൈവപുത്രൻ അല്ലേ? നാട് ഭരിക്കുന്ന രാജാവിന് സ്വർഗത്ത് പോകണം. സ്വർഗത്ത് പോകണമെങ്കിൽ എളുപ്പമാർഗം എന്താണ്? ദൈവപുത്രനാണ് ബ്രാഹ്മണൻ. ഞങ്ങൾക്ക് മാപ്പിളാർക്ക് ഒരു സുഖം കിട്ടും. ചേച്ചിന്റെ ഒരു മുടി കിട്ടിയാൽ അല്ലെങ്കിൽ ഇട്ടാത്തിന്റെ ഒരു മുടി കിട്ടിയാൽ മുടി നാരയാ ചിന്തിയിട്ട് നേരിയ പാലം കെട്ടിയിട്ട് അതിലെ കൂടി കടക്കണമെങ്കിൽ എങ്ങോട്ട് സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ കുഞ്ഞാലിക്കുട്ടി കൈ പിടിക്കാൻ വരുന്നു. മുന്തിയ ചരക്കല്ലേ? ഞാനിപ്പോ പറയാൻ നിന്നാ നേരം വെക്കുന്നുള്ളതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. ബ്രാഹ്മണർക്ക് ഭൂമി ദാനം ചെയ്തു. ബ്രഹ്മസം. ദേവന് ഭൂമി ദാനം ചെയ്തു. ദേവസ്വം. അതിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങിക്കൊള്ളണം. അതിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങിക്കൊള്ളണം. വായക്കുലൊക്കെ പാടാൻ നിന്നാ നേരം വൈകും. തമ്പ്രാന്റെ ഭൂമിയിൽ അടിയാനൊരു വായ നട്ടു. ആ വായ ഇങ്ങനെ വളർന്നു വന്ന് അതിലൊരു വായക്കുല ഉണ്ടായപ്പോ കരുമാടിക്കുട്ടൻ ഇങ്ങനെ കൊതിച്ചു നിൽക്കുക. മൂത്ത് പഴുത്ത് വന്നിട്ട് വേണം ഒരു വായക്കുല എടുത്ത് ഒരു പഴമെടുത്ത് തിന്നാൻ. അവനിങ്ങനെ കാത്തിരിക്കുമ്പോ തമ്പുരാന്റെ കിങ്കരന്മാർ വന്ന് വായക്കുല വെട്ടിക്കൊണ്ടുപോയപ്പോ കണ്ണീരൊലിപ്പിച്ച് അടിയാന്റെ കിടാങ്ങളുടെ കഥ ചങ്ങമ്പുഴയുടെ പുസ്തകത്തിൽ ചങ്ങമ്പുഴയുടെ വായക്കുലയിൽ നമ്മൾ വായിച്ചു. കവി എന്ന് പാടിയില്ലേ? ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരേ നിങ്ങൾ തൻ പിന്മുറക്കാർ. ആ പിന്മുറക്കാർ തെരുവിലിറങ്ങി. അവന്റെ മുട്ടികൾ ആകാശത്തേക്ക് ഉയർന്നു. ആ ഉയർന്ന മുട്ടികളിൽ ഒരു കൊടി പറന്നു. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ചെങ്കൊടി. മനസ്സിലായത്? ഏപ്രിൽ 11 EMSന്റെ നിയമം എന്താ? കുടിയിറക്ക് നിരോധന നിയമം. ഒരു തമ്പ്രാന്റെയും ഭൂമി ഇറങ്ങണ്ട. ആ ഭൂമിയിൽ അധ്വാനിച്ച് നിങ്ങളാണെങ്കിൽ ആ ഭൂമി നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അങ്ങനെ പ്രിയപ്പെട്ട കോൺഗ്രസ്, ലീഗ്, BJPക്കാരാ സകല മനുഷ്യർക്കും ഭൂമി ഉണ്ടായത്. പറയാൻ നിന്നാ കുറെ നേരം പോകും. ഇവിടെ ആളുകൾ പറയും ഗൾഫിൽ പോയിട്ടാ, ഗൾഫാണ് കേരളത്തെ മാറ്റിയത്. സത്യ. ഞങ്ങൾ രണ്ടാളും ഗൾഫിൽ പോയാൽ അവിടെ പോയാൽ ഒരുപാടുണ്ടാവും ഇല്ലേ? പക്ഷേ ഗൾഫിൽ പോകണമെങ്കിൽ പിന്നെ അറബിക്കടലിൽ കിടക്കണം. നടന്നു പോകാൻ പറ്റും. അറബിക്കടലുണ്ട്. വിമാനത്ത് പോകണം. മാമുക്കോയെ മുമ്പ് കൊണ്ടുപോയി മോഹൻലാലിന് ശ്രീനിവാസന് ഒറ്റൊന്ന് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അസ്സലാം വലൈക്കും വലൈക്കും അസ്സലാം ചാടിക്കോന്ന് ഇന്ത്യക്കോന്ന് പറഞ്ഞു എത്തിയത് മദിരാശിയില്ല. അങ്ങനെ പോകാൻ പറ്റൂലല്ലോ. വിമാനം വേണം, വിസക്ക് പണം വേണം. എവിടെയുണ്ട് മലയാളിയുടെ കയ്യില്? 57 നിയമം കൊണ്ടുവന്നപ്പോ ഭൂമി ഉണ്ടായി. ഭൂമിയിൽ അധ്വാനിച്ച് പൈസ ഉണ്ടായി. അധ്വാനിക്കാൻ കഴിയാത്തവൻ ഭൂമി വിറ്റ് പൈസ ഉണ്ടായി. അല്ലെങ്കിൽ ഒരൊറ്റ ബാങ്കിൽ പണയം വെച്ച് പൈസ ഉണ്ടായി. അങ്ങോട്ട് പോയി. ഗൾഫിലെത്തിയാൽ നല്ല വിദ്യാഭ്യാസം വേണം. എവിടെയുണ്ട്? EMSന്റെ കാലത്ത് UP സ്കൂൾ പഠിക്കാൻ 3 റുപ്യ 55 കണക്കൂട്ടിയൊക്കെ. ഹൈസ്കൂൾ പഠിക്കണമെങ്കിൽ 6 റുപ്യ. അന്ന് EMS നിയമം കൊണ്ടുവന്നു. വിദ്യാഭ്യാസം സാർവത്രികം സൗജന്യം. അങ്ങനെ നമ്മൾ പഠിക്കാൻ തുടങ്ങി. അതൊക്കെ കഴിഞ്ഞ് ഏപ്രിൽ മാസം 25-ാം തീയതി EMS ജന്മനാടായ പട്ടാമ്പിക്കടുത്ത പുലാമന്തോളിൽ EMSന് സ്വീകരണം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ കുറെ മുസ്ലിങ്ങൾ പടച്ചോ കാത്തിട്ട് അന്നും ഇന്നും പുലാമന്തോളിൽ മുസ്ലിം ലീഗ് ഇല്ല, ദേശീയ മുസ്ലിങ്ങളുണ്ട്. അവർ EMSന് നിവേദനം കൊടുത്തു. എന്നിട്ട് EMSനോട് പറഞ്ഞു, സഖാവേ ഞങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാൻ കഴിയുന്നില്ല. 921 കഴിഞ്ഞ ശേഷം ബ്രിട്ടീഷുകാർ പള്ളി ഉണ്ടാക്കുന്നത് നിരോധിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് പള്ളി ഉണ്ടാക്കണം. നിവേദനം കൊടുത്തു. നിവേദനം വായിച്ചിട്ട് EMS പറഞ്ഞു, എന്താ പറഞ്ഞത്? വയല് പറഞ്ഞ പണവും വഖഫ് ചെയ്ത ഭൂമിയും ഉണ്ടായിട്ടും പള്ളി ഉണ്ടാക്കാൻ കഴിയാതെ ഈ ആവശ്യത്തിന് മദിരാശിയിലേക്ക് നടന്ന് ചെരുപ്പ് തേഞ്ഞ മുസൽമാനെ ഇനി ഞാൻ തിരുവനന്തപുരത്തേക്ക് നടത്തിക്കില്ല, പരിഹാരം ഉണ്ടാക്കും എന്നാ പറഞ്ഞ് 1957 ഏപ്രിൽ 25 ഒരു മാസം കഴിഞ്ഞു മെയ് 25 നിയമം വന്നില്ല. 6 ദിവസം കഴിഞ്ഞ് മെയ് 31 നിയമം വന്നില്ല. 7 ദിവസം കഴിഞ്ഞപ്പോ 1957 എത്രയാ നമ്പർ? ഡേറ്റ് 7/6/1957. ഓർഡർ നമ്പർ MA/416/410/57/PD. മനസ്സിലായോ? ലീഗിന് മനസ്സിലായോ? SDPക്കാരന് മനസ്സിലായോ? ജമാഅത്തെ ഇസ്ലാമിക്കാരന് മനസ്സിലായോ? ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാൻ നിയമം കൊണ്ടുവന്നത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ. ഈ നാട്ടിലെ മദ്രസാധ്യാപകർ അലിഫ് ബാ താ സാ അറബി അക്ഷരങ്ങൾ എന്നെ പഠിപ്പിച്ച അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബീ ഹുറൈറ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യുന്ന പ്രവാചകന്റെ ഹദീസുകൾ ഇല്ലേ? സൂറത്തുൽ ഫാത്തിഹ, അത് കഴിഞ്ഞാൽ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു, ആ ഗ്രന്ഥത്തിൽ ലാ റൈബ ഫീഹി, യാതൊരു സംശയവുമില്ല, ഹുദൽ ലിൽ മുത്തഖീൻ, അതിൽ വിശ്വസിക്കുന്നവർക്ക്. ഈ വിശുദ്ധ ഖുർആൻ വചനങ്ങൾ എന്നെ പഠിപ്പിച്ച എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാർ
എന്തായിരുന്നു നമ്മുടെ നാട്ടിലെ പഴയ സ്ഥിതി, മദ്രസാധ്യാപകരുടെ സ്ഥിതി? എന്റെ നാട്ടിലൊരു ഉസ്താദിന്റെ, അയാൾ കാസർഗോഡ് ഒരു പള്ളിയിൽ പണിക്കുപോയി. ഒരു മാസം കഴിഞ്ഞപ്പോ പള്ളി കമ്മിറ്റിക്കാരോട് പറഞ്ഞു എനിക്ക് നോക്കുന്നില്ല, ശമ്പളമെല്ലാം ചെറിയ ശമ്പളം. ഇപ്പൊ പള്ളി കമ്മിറ്റിക്കാർ പറഞ്ഞു ഇവിടെ ശമ്പളം കുറവാണെങ്കിലും മരിപ്പുണ്ടായാലും നല്ല പൈസയാണ്, മരണമൊക്കെ ഉണ്ടായാലും നല്ല പൈസയാണ്. അപ്പൊ മൊലിയാർ പറഞ്ഞു എനിക്ക് ശമ്പളം വേണ്ട, ആഴ്ച 2 മരിപ്പ് എന്നൊക്കെ പറഞ്ഞു. മനസ്സിലായി നിങ്ങൾക്ക്? അതായിരുന്നു സ്ഥിതി. ആ മദ്രസാധ്യാപകർക്ക് ചരിത്രത്തിൽ ആദ്യമായി ക്ഷേമനിധി ഏർപ്പെടുത്തിയത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ. അവിടെ ലീഗാർ എന്താ പറഞ്ഞത്? അതിൽ കൂടരുത്, അത് പലിശയാണ്, പലിശ ഹറാമാണ്. ശരിയാ, സബുൽ മൂബിക 7 വൻപാപങ്ങളിൽ 3ാമത്തതാണ് പലിശ. ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് പലിശ. ഞാൻ പറയല്ല, വിശുദ്ധ ഖുർആൻ മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് പലിശ. ഞങ്ങൾ എന്ത് ചെയ്തു? അതിനെ ട്രഷറിയിലേക്ക് മാറ്റി. പലിശ അല്ലല്ലോ അത് പറഞ്ഞതുകൊണ്ട് ലീഗാരോട് ഒറ്റ ചോദ്യം, ഇവിടെ സർവീസ് സഹകരണ ബാങ്ക് ഉണ്ടോ സഖാവ്? ഉണ്ട്. ആരാ ഭരിക്കുന്നത്? നമ്മളാ ഭരിക്കുന്നത്. കുഴപ്പമില്ല. കേരള ബാങ്കിന്റെ ശാഖ നമ്മുടെ കണ്ടു. കേരള ബാങ്ക് കോഴിക്കോട് എല്ലാ ജില്ലകളിലും ഉണ്ടായിരുന്നു, മലപ്പുറം ജില്ലയിൽ ഉണ്ടായില്ല. ഇപ്പൊ മലപ്പുറം ജില്ലയിൽ ഉണ്ടായി. എന്താ കാരണം? മലപ്പുറം ജില്ലയിലെ 48 ബാങ്ക് ഭരിക്കുന്ന ലീഗാണ്. എന്റെ നാട്ടിലെ മുക്കം സർവീസ് ബാങ്ക് ഭരിച്ചിരുന്നത് ലീഗാണ്. ഇപ്പൊ അഡ്മിനിസ്ട്രേഷൻ ഭരണത്തിലാണ്. 8 കൊല്ലം മുമ്പ് ആ ബാങ്കിൽ ഒരു തർക്കം. എന്താ തർക്കം? ഒരു ആചാര്യ പ്രസിഡന്റ്. അപ്പൊ അടുത്ത ആചാര്യ പറഞ്ഞു നിങ്ങൾക്കൊക്കെ കൂടി താല്പര്യം ഉണ്ടെങ്കിൽ ഞാനൊന്ന് പ്രസിഡന്റ് ആവാം. അപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ എല്ലാവരും ഗ്രൂപ്പായിട്ട് ഇവിടെ പ്രസിഡന്റ് ആവാൻ നടക്കുന്നു എന്നതുപോലെ ആള് പറഞ്ഞു ഞാനൊന്ന് ബാങ്കിന്റെ പ്രസിഡന്റ് ആവാ. മൂപ്പർക്കാഗ്രഹമില്ല. തർക്കായി. പഞ്ചായത്ത് കമ്മിറ്റി കൂടി തർക്കം തീർന്നില്ല. മണ്ഡലം കമ്മിറ്റി മുസ്ലിം ലീഗിനെ ചേർന്ന് തർക്കം തീർന്നില്ല. ജില്ലാ കമ്മിറ്റി കൂടി തർക്കം തീർന്നില്ല. അവസാനം തക്കതായ സമയത്ത് യുക്തമായ തീരുമാനം. എന്നിട്ട് പാലക്കാട്ടേക്ക് വിട്ടു. തങ്ങൾ 2 ആചാര്യമാരെ ഉള്ളിലേക്ക് വിളിച്ചു. കുശു 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 ചർച്ചയാണ്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ഗുസ്തി ജയിച്ചോന്റെ മാതിരി ഒരു ആചാര്യ കൈ പിടിച്ചിട്ട് തങ്ങൾ ഒറ്റ പ്രഖ്യാപനം, ഇയാളാണ് ബാങ്കിന്റെ പ്രസിഡന്റ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പെരുന്നാളിന്റെ മാസം കണ്ടല്ലേ ബാങ്കിന്റെ പ്രസിഡന്റിനെ കണ്ട? മനസ്സിലായി നിങ്ങൾക്ക്? ഈ പാലക്കാട് തങ്ങളെങ്ങനെ നിങ്ങൾ പറയുന്ന പ്രകാരം മുസ്ലിമാവും? അല്ല കടുത്ത നിരോധനം ഏർപ്പെടുത്തിയ പലിശ, സബുൽ മൂബിക, ഒരിക്കലും പൊറുക്കാത്ത പാപം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യവാനും ദയാനിധിയുമായ തമ്പുരാനെ, ഒരുവിധം പാപമൊക്കെ പൊറുക്കും. ഒരിക്കലും പൊറുക്കാത്ത പാപം പലിശ. ആ പലിശ ഇടപാട് നടത്തുന്ന ബാങ്കിന്റെ പ്രസിഡന്റിനെ തീരുമാനിക്കുന്ന ആരാണ്? 1000 പള്ളികളുടെ ഇമാമ്. ഞങ്ങൾക്ക് വിട്ട് ഞാൻ അതിന്റെ ചർച്ചയിലേക്കൊന്നും നടക്കുന്നില്ല. മനസ്സിലായത്? എന്നിട്ട് ഇവര് പഠിപ്പിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഞാൻ പറഞ്ഞില്ലേ ഈ മദ്രസാധ്യാപകർക്ക് ക്ഷേമ പെൻഷൻ കൊണ്ടുവന്ന ആര്? ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ. മലപ്പുറം ജില്ല ഉണ്ടാക്കിയത് ആര്? ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ. മലപ്പുറം ജില്ല ഉണ്ടാക്കുമ്പോ ഒരു സിംഗ്, പിന്നെ ദാരാ സിംഗ് വന്നിരുന്നു ഉത്തരേന്ത്യയിൽ നിന്ന്. അയാൾ പറഞ്ഞു ഉദരി ദേക്കോ ഉദരി മസ്ജിദ്, ഇതരി ദേക്കോ ഇതരി മസ്ജിദ്, ഇതരി ദേക്കോ ഇതരി മസ്ജിദ്, പീച്ചെ ദേക്കോ പീച്ചെ മസ്ജിദ്. ഇവിടെ ആകെ പള്ളിയാണ്. മലപ്പുറം ജില്ല ഉണ്ടാക്കാൻ പറ്റില്ല. ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു, കോൺഗ്രസ് പറഞ്ഞു. കോൺഗ്രസ് കേട്ടോ പെട്ടെ എന്താ പറഞ്ഞത്? മലപ്പുറം ജില്ല ഉണ്ടാക്കിയാൽ പൊന്നാനി കടപ്പുറത്ത് പാകിസ്ഥാന്റെ കപ്പലിറങ്ങും. ഞങ്ങൾക്കൊല്ല ഒന്നല്ല കേൾക്കണ്ട്. ഒറ്റ തന്നൊക്കെ പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒറ്റ വാക്കല്ലോ പറഞ്ഞാൽ നടപ്പിലാക്കും. ഞങ്ങൾ മലപ്പുറം ജില്ല ഉണ്ടാക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ മലപ്പുറം ജില്ല ഉണ്ടാക്കി. മനസ്സിലായി നിങ്ങൾക്ക്? കോഴിക്കോട് മാർച്ച് നടത്തുന്ന ലീഗും കോൺഗ്രസും ഒക്കെ എയർപോർട്ടിലേക്ക് മാർച്ച് നടത്തുന്നവര് ഒന്ന് നോക്കിക്കോ. അവിടെ ഹജ്ജ് ഹൗസ് 3 നില കെട്ടിടം ആരുണ്ടാക്കി? VS അച്യുതാനന്ദൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാകുമ്പോൾ സ്ഥലമെടുത്തു, തറക്കല്ലിട്ടു. ഭരണം കഴിഞ്ഞിറങ്ങി പോകുന്നതിന് ഉദ്ഘാടനം നിർവഹിച്ചു. പാലോളി അധ്യക്ഷനായി. ഞങ്ങളുണ്ടാക്കി. മുസ്ലിം പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഞങ്ങളാ കൊടുത്ത്. ഉറുദു ഭാഷാധ്യാപകർ, ഉറുദു അറബി ഭാഷാധ്യാപകരെ നിയമിച്ച് ഞങ്ങളാണ്. ഇതിലെ ചില കാര്യങ്ങള് മലപ്പുറം നേർച്ച പുനഃസ്ഥാപിച്ചത് ഞങ്ങളാണ്. ഇതിൽ 1-2 കാര്യങ്ങൾ 67-ലാണ്. ഞാനിത് പ്രസംഗിച്ചു പോയാൽ ലീഗ് പറയും ഞങ്ങളുണ്ട് ഇനി പണ്ടാരടക്കാൻ ഒരുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, 117 അംഗങ്ങൾ ഉണ്ട് എന്ന് ഭരണകക്ഷിക്ക്. 128 സീറ്റേ ഉള്ളൂ. അതിൽ ലീഗിന് 10 അംഗങ്ങൾ കഴിച്ചാൽ ഞങ്ങളുണ്ട്. പക്ഷെ നിൽക്കട്ടെ, നിങ്ങളുണ്ടല്ലോ, ഉറപ്പല്ലേ? 67 മന്ത്രിസഭയിൽ നിങ്ങളുണ്ടല്ലോ, ഇല്ലേ? മലപ്പുറം ജില്ല ഉണ്ടാക്കുന്നതിന് 10 അംഗങ്ങളുണ്ടല്ലോ. 1 വട്ടം 2 വട്ടം 3 വട്ടം കച്ചവടം ഉറപ്പിച്ച് ഇനി മാറരുത്. 67-ലാണ് കേരളത്തിൽ ആദ്യമായി കള്ളിഷാപ്പ് കൊടുക്കാൻ തീരുമാനിച്ചത്. അതിന് മുസ്ലിം ലീഗ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അത്രയും ഞാനിപ്പോ തൽക്കാലത്തിലേക്ക് പറയും. ഇല്ലേ? കരിപ്പൂർ എയർപോർട്ടിലേക്ക് മാർച്ച് നടത്തിയ ആര്? ഇപ്പൊ VD സതീശനെ ഇവിടെ പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നല്ല. ജമാഅത്തെ ഇസ്ലാമി മാറിപ്പോയി. എവിടെയാ മാറിയത്? എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് നിങ്ങൾ നോക്ക്. കരിപ്പൂർ എയർപോർട്ടിലേക്ക് വഖഫിന്റെ കാര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി ജാഥ നടത്തുമ്പോ ആ ജാഥയുടെ മുൻനിരയിൽ 2 ചിത്രങ്ങൾ. ആരുടെ ചിത്രം? അസനുൽ ബന്നയുടെ ചിത്രം, സയ്യിദ് കുത്തുബിന്റെ ചിത്രം. അവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ടോ? അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിയ ലീഗിനും കോൺഗ്രസിനും, അല്ലെങ്കിൽ നിങ്ങൾ അവരെ കൂട്ടിയിട്ട് സൗദി അറേബ്യ
മുസൽമാൻ 5 നേരവും നമസ്കരിക്കുന്ന കഅബാലയം കിടക്കുന്നത് അവിടെയാണ്. ആ സൗദി അറേബ്യയിലോ അറബ് രാജ്യത്തോ പോയിട്ട് സയ്യിദ് ഖുത്ബുൽ ഹസനിൽ ബന്ന എന്ന് പറയാൻ ഉളുപ്പും ഉശിരുമുള്ള ലീഗുണ്ടോ? പറഞ്ഞാൽ തല അവിടെ കിടക്കും, ഉടനെ വെട്ടിയിലാക്കി കൊണ്ടുപോകും. തല വെട്ടുന്നർത്ഥം ഈ മുസ്ലിം തീവ്രവാദത്തിന്റെ വക്താക്കള്. ഞാൻ ചോദിക്കട്ടെ, എന്റെ പാർട്ടിയുടെ പേര് CPIM, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്. ഞങ്ങളുടെ മുന്നണിയിലെ മറ്റൊരു പാർട്ടി CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ഭാരതീയ ജനതാ പാർട്ടി, ഒന്നുകിൽ ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം. ജമാഅത്തെ ഇസ്ലാമിന്റെ പേരെന്താണ്? ജമാഅത്തെ ഇസ്ലാമി അൽ ഹിന്ദ്. അത് ഇംഗ്ലീഷിലാക്കിയത് എങ്ങനെയാണ്? ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി. ഒറ്റ ചോദ്യം, കോൺഗ്രസ് ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരാ? നിങ്ങൾ കൂട്ടുപിടിച്ചവരാണല്ലോ ഈ പാർട്ടി. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി പിന്നെ ആ ഇന്ത്യയിൽ കാശ്മീരുണ്ടോ? കാശ്മീരുണ്ടോ? VD സതീശന് മനസ്സിലായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പറയാം. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിന്റെ 50ാം വാർഷിക പതിപ്പ്. ഇതിലെ ലേഖനം കാശ്മീരി ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിന്റെ പ്രത്യേകത എന്തായിരുന്നു? കാശ്മീരിൽ മാത്രമായി ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് വേറൊരു സംഭവം. സഖാവിന് കാറുണ്ടോ? കാറുണ്ട്. സ്കൂട്ടറുണ്ടോ? സ്കൂട്ടറുണ്ട്. രണ്ടുണ്ട്. ലോറി ഉള്ളവരുണ്ടാവും. ഇവിടെ ലോറി ഓണേഴ്സ് അസോസിയേഷനിലെ പ്രസിഡന്റ് ഉണ്ടാവും. ചോദ്യം ചോദിച്ചിട്ട് നിങ്ങൾ ബേജാറാണ്ടങ്ങളെ വരുമാനം ചോദിക്കാനല്ല. കാശ്മീരി ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രത്യേകത എന്താ അറിയോ? അവർക്ക് സ്വന്തമായി കാറുണ്ട്, ലോറിയുണ്ട്. അതല്ല ഉദ്ദേശിച്ച്. അവർക്ക് സ്വന്തമായി 2 തീവ്രവാദി സംഘടനകളുണ്ട്. അവർ പറയാണ്, ഇത് എന്റെ നല്ലട്ടോ പ്രബോധനം ജമാഅത്തെ ഇസ്ലാമിയുടെ. തായ്വാരയിൽ തീവ്രവാദ പ്രവർത്തനം ശക്തിപ്പെട്ട ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞില്ല. ഹിസ്ബുൽ മുജാഹിദീൻ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുകൂല തീവ്രവാദി ഗ്രൂപ്പാണ്. മാത്രമല്ല ഇതിനു പുറമെ അള്ളാഹ് ടൈഗേഴ്സ് എന്ന ഒരു സംഘത്തിനും ഞങ്ങൾ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അപ്പോ ലോറിയുണ്ട്, കാറുണ്ട്. കഴിഞ്ഞില്ല. ലോറി ഓണേഴ്സ് അസോസിയേഷനിൽ മെമ്പർഷിപ്പ് ഉണ്ട്. എന്താ പറയുന്നത്? വിവിധ തീവ്രവാദി ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുന്നതിൽ ജമാഅത്തിന്റെ പങ്ക് പ്രധാനമാണ്. നാസർ കൊളായി അല്ല. മനസ്സിലായോ? 23 പേരെ പഹൽഗാമിൽ വെടിവെച്ചു വന്നു സതീശ, കോൺഗ്രസ്, ലീഗ്. 23 പേരെ അറിയോ തനിക്ക്? കൊച്ചിയില് നേവിയിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഭാര്യയായിട്ട് പോയിട്ടുണ്ട്. അയാളാണറിയോ? കാശ്മീരി. അയാളെങ്ങനെ കൊല്ലപ്പെട്ട? ഈ ടൂറിസ്റ്റുകളെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ മുസ്ലിമായ അലിയങ്ങൾ വെടിവെച്ചു വന്നു. കോഴിക്കോട്ടെ ഈ കേരളത്തിലെ രാമചന്ദ്രന്റെ മകള് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ലീഗ്, ജമാഅത്തെ ഇസ്ലാമിക്കാരെ, SDPIക്കാരാ. എന്താണ് രാമചന്ദ്രന്റെ മകള് പറഞ്ഞത്? എന്റെ അച്ഛൻ എനിക്ക് കാശ്മീരിൽ നഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് 2 സഹോദരങ്ങളെ കാശ്മീരിൽ നിന്ന് കിട്ടി. അവരെ പടച്ച തമ്പുരാൻ കാക്കട്ടെ. 2 മുസ്ലിങ്ങൾ. ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചത് ആ മുസ്ലിങ്ങളാ. ഇല്ലേ? ഈ തീവ്രവാദികൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ. എന്നിട്ട് VD സതീശൻ അവരെയും കൊണ്ട് ഈ നാട്ടിൽ നടക്കുക. ജനാധിപത്യ ബോധം ഉണ്ടാക്കാൻ ഞാൻ വിശദീകരണത്തിൽ കിടക്കുന്നില്ല. ആരോഗ്യക്കുറവുണ്ടും സമയക്കുറവുണ്ടും ഞാൻ ചുരുക്കുക. ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷം, ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സാന്ദർഭികമായി പറയാൻ, ഈ കേരളത്തിൽ 588 രക്തസാക്ഷികളുണ്ട് CPM-ന്. അതിൽ 217 പേര് മരിച്ചത് ആരുമായിട്ട് മുട്ടിയിട്ടാണെന്നറിയോ? RSS-മായി പൊരുതി മരിച്ച 217 പേരിൽ 95% പേരും ആരാന്നറിയോ? ജന്മം കൊണ്ട് ഹിന്ദു, കർമ്മം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരൻ. ഇല്ലേ? ജമാഅത്തെ ഇസ്ലാമിന്റെ വാദം പോലെ, RSS-കാരന്റെ വാദം പോലെ എന്റെ മതം എന്നായിരുന്നുവെങ്കിൽ ഇവനെ അങ്ങോട്ട് നിൽക്കാൻ. ഈ കേരളത്തിൽ പള്ളിക്ക് കാവൽ നിൽക്കുമ്പോൾ മരിച്ചു വീണ ഒറ്റ മനുഷ്യനേ ഉള്ളൂ. ആ മനുഷ്യന്റെ പേര് സഖാവ് UK കുഞ്ഞിരാം എന്ന തലശ്ശേരി കലാപകാലത്ത്. ഞാൻ പ്രസംഗിച്ചാൽ ലീഗാര് മറുപടി വിടും. വാട്സാപ്പിൽ എനിക്കറിയാം. തുടങ്ങി നാസർ കൊളായിന്റെ ഈ തലശ്ശേരി കലാപം. എന്താണെന്നറിയോ? ഈ ഷാജി വയനാട് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ തമ്മാടിയുണ്ട്. തമ്മാടിത്തം പറയുന്നവരെ തമ്മാടി എന്ന് പറയാം. PT തോമസ് എന്ന് പറയുന്ന രാഷ്ട്രീയ തമ്മാടിയുണ്ട്. എന്റെ കയ്യിലുണ്ട് പ്രസംഗം. എന്താ PT തോമസ് പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താ അയാൾ പറഞ്ഞത്? UK കുഞ്ഞിരാമൻ കള്ളിസാപ്പിൽ നിന്ന് അടിപിടി കൂടി ചത്തുപോയി എന്നാ പറഞ്ഞത്. നമ്മുടെ രക്തസാക്ഷിയെ ചത്തു എന്ന് പറഞ്ഞവനെ തമ്മാടിനെങ്കിലും മിനിമം വിളിക്കണ്ടേ? PT തോമസ്. എന്നിട്ട് PT തോമസ് പറഞ്ഞ, ഞാൻ അന്നത്തെ മലയാള മനോരമ പത്രം നോക്കി, ഞാൻ അന്നത്തെ മാതൃഭൂമി പത്രം നോക്കി, ആ പത്രത്തിലൊന്നും കുഞ്ഞിരാമൻ മരിച്ചതായി ഒരു കടലാസും ഒരു വാർത്തയും ഇല്ലായിരുന്നു. എന്നാ പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ്, എന്റെ പ്രിയപ്പെട്ട ലീഗ്, നിങ്ങൾക്ക് കാണണം. അന്നത്തെ മലയാള മനോരമയുടെ കോപ്പി എന്റെ കയ്യിലുണ്ട്. അന്നത്തെ മാതൃഭൂമിയുടെ കോപ്പി എന്റെ കയ്യിലുണ്ട്. കുഞ്ഞിരാമൻ 1972 ജനുവരി മാസം 2-ാം തീയതി കുത്തേൽക്കുന്നു, 3-ാം തീയതി കുത്തേൽക്കുന്നു, 4-ാം തീയതി മരിക്കുന്നു. 72 ജനുവരി 5-ന് പുറത്തിറങ്ങിയ മലയാള മനോരമ പത്രത്തിന്റെ കോപ്പിയായത്. പോയി കേസുകൂടെ.
നാസിർ ഭായ് മനോരമയുടെ കള്ള വാർത്ത വായിക്കുന്നു. എന്താ അതിൽ പറയുന്നത്?